ഹലോ, വെൽക്കം ബാക്ക്. അപ്പം എല്ലാവർക്കും ഞാൻ പറയുന്നത് ഓഡിബിൾ ആണോ? ഹായ്, ഓഡിബിൾ ആണോ? ഓക്കെ ഓക്കെ. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സൊക്കെ എല്ലാവരും ഒന്ന് പോയി വീട്ടിൽ പോയി നോക്കിയായിരുന്നോ? ഹലോ, യെസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രോബബിലിറ്റി തിയറിയും പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ വരെയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ MCQs ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഇന്ന് നമ്മൾ ബാക്കിയുള്ള ചാപ്റ്റേഴ്സും കൂടെയാണ്, അതായത് കോറിലേഷൻ തൊട്ട് ടൈം സീരീസ് അനാലിസിസ് വരെയുള്ള MCQസും പിന്നെ ചാപ്റ്റർ ഫസ്റ്റ് ഓൺവേർഡ്സ് ഉള്ള കുറച്ച് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസുമാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം ഡിസ്ക്രിപ്റ്റീവിൽ വരുമ്പം നമ്മളിപ്പം ഫുൾ ഇൻ ഡീറ്റെയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാനൊന്നുള്ള ടൈമില്ല, കാരണം ഒരു സ്നാപ്ഷോട്ട് എന്നുള്ള രീതിയിൽ പോകുന്നതുകൊണ്ട് വരാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ ആ ചാപ്റ്റേഴ്സിൽ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയസൊക്കെ പറഞ്ഞ് ആ ഒരു ക്വസ്റ്റ്യൻസ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതിൽ വളരെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന, ഈ ഒരു ലൈവിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ പോയിൻറ്റ്സ് ആഡ് ആക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ എക്സാമിൽ എഴുതുമ്പം എക്സാക്ട് അതേ പോയിൻറ്റ്സ് മാത്രം എഴുതി പോകരുത്. അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക, ഇപ്പം അഡ്വാൻറ്റേജസോ ഡിസഡ്വാൻറ്റേജസോ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആ പോയിൻറ്റ്സിൻ്റെ കൂടെ എക്സ്പ്ലനേഷനും കൂടെ ആഡ് ചെയ്ത് പോവുക. ഓക്കെ, പിന്നെ അതുപോലെ ഇപ്പോൾ കാൾ പേഴ്സൺസിൻ്റെ ഒക്കെ മെത്തേഡ് ഡിഫൈൻ ചെയ്യാനൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനും ഡെഫിനേഷൻ്റെ കൂടെ അതിന് ഫോമുലയും കൂടെ ആഡ് ചെയ്ത് പോകുക. ഓക്കെ, ഞാൻ അതൊന്നും അത്രയും ഇൻഡെപ്തിൽ ഞാൻ അത്രയും ഇൻഡെപ്തിൽ പോകുന്നില്ല, കാരണം നമുക്ക് ടൈം വളരെ ലിമിറ്റഡ് ആയതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ എക്സാമിന് എഴുതുമ്പം ആ ഫോമുലയും കൂടെ ആഡ് ചെയ്തിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ ലൈവിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പ്ലസ് ആ ക്വസ്റ്റ്യനിൽ കൂടെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതൊക്കെ ചോദിക്കാനുള്ള ചാൻസസ് ഉള്ളതും കൂടെ റിലേറ്റ് ചെയ്ത് നമുക്ക് പോകാം. എക്സാമിന് എഴുതുമ്പം ഈ ലൈവിൽ പറയുന്ന അതേ കീ പോയിൻറ്റ്സ് ആഡ് ചെയ്യാൻ നോക്കുക, കീ പോയിൻറ്റ്സ് ആഡ് ചെയ്യുക, പ്ലസ് അതിന് ചെയ്യാതെ എക്സ്പ്ലെയിൻ ചെയ്യുകയും കൂടെ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ലൈവിലേക്ക് പോയാലോ, സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, നമുക്ക് ഇന്ന് കോറിലേഷന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, യെസ്. അപ്പം നമ്മൾ ഇന്നലെ 34 ക്വസ്റ്റ്യൻസാണ് ഇന്നലെ ഡിസ്കസ് ചെയ്ത്, ബാക്കി 35 to 50 ക്വസ്റ്റ്യൻസ് ബാക്കി നമ്മൾ ഇപ്പം MCQs ഡിസ്കസ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഡിസ്ക്രിപ്റ്റീവ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ, യെസ്, the correlation coefficient measures. First option, causation between variables, degree of association between variables, percentage change in variables and dispersion of data. അങ്ങനെ 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. എന്തായിരുന്നു?
causation between variables, degree of association between variables, percentage change in variables, dispersion of data. അങ്ങനെ 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കോഎഫിഷ്യൻറ്റ് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് അതായത് ഈ പറയുന്ന 4 ഓപ്ഷൻസിൽ ഏതാണ് മെഷർ ചെയ്യുന്നത് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് കോസേഷൻ ബിറ്റ്വീൻ വേരിയബിൾസ് ആണോ? അല്ല അല്ലേ. ഓൾറെഡി നമ്മൾ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് ഡിസ്കസ് ചെയ്യുമ്പം തന്നെ പഠിക്കുമ്പം തന്നെ അതിൽ പറയുന്നുണ്ട് ഡിഗ്രി ഓഫ് അസോസിയേഷൻ ബിറ്റ്വീൻ വേരിയബിൾസ് ആണ് അല്ലേ അതായത് കോറിലേഷൻ മെഷർ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളത് യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്? ഡിഗ്രി ഓഫ് അസോസിയേഷൻ ബിറ്റ്വീൻ വേരിയബിൾസ് ആ ടൈമിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ മെഷർ. ഓക്കെ, അപ്പോൾ ഡിഗ്രി ഓഫ് അസോസിയേഷൻ ബിറ്റ്വീൻ വേരിയബിൾസ്. അപ്പോൾ നമ്മുടെ ആൻസർ ഡിഗ്രി ഓഫ് അസോസിയേഷൻ ബിറ്റ്വീൻ വേരിയബിൾസ് ആണ്. വൈ ബാക്കിയുള്ള ഓപ്ഷൻസ് ഇൻകറക്റ്റ് ആയെന്ന് നമുക്ക് നോക്കാം. കോസേഷൻ ബിറ്റ്വീൻ വേരിയബിൾസ് എന്ന് പറയുമ്പോഴത്തേക്കിനും ഇറ്റ് ഷോസ് ഓൺലി ദ സ്ട്രെങ്ത്, അതായത് ഒരു റിലേഷൻഷിപ്പിൻ്റെ സ്ട്രെങ്ത്തും ഡയറക്ഷനും മാത്രമാണ് ഫസ്റ്റ് ഓപ്ഷൻ എന്ത് ചെയ്യുന്നത് കാണിക്കുന്നത്. ഓൺലി ഷോസ് the strength and direction of a relationship. അതായത് കോറിലേഷൻ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, കോസ് എഫക്റ്റിനെ അല്ല അവിടെ പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ it does not prove cause effect. ഓക്കെ, അതായത് കോറിലേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ കോറിലേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ്, അതായത് 2 വേരിയബിൾസ് തമ്മിലുള്ളതിൻ്റെ സ്ട്രെങ്ത് ആൻഡ് ഡയറക്ഷൻ അതിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അതിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് മെഷേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ അല്ല. ദെൻ വൈ തേർഡ് ഓപ്ഷൻ റോങ് എന്ന് പറയാനുള്ള കാര്യം പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ വേരിയബിൾസ് ആണ് തേർഡ് ഓപ്ഷൻ. കോറിലേഷനും എന്ത് ചെയ്യുന്നില്ല, പെർസെൻറ്റേജസിനെയും അവിടെ എക്സ്പ്രസ് ചെയ്യുന്നില്ല. നോട്ട് എക്സ്പ്രസ്ഡ് ആസ് പെർസെൻറ്റേജ്. അത് കോറിലേഷന് നമ്മുടെ വാല്യൂ എന്തായിരിക്കും? വാല്യൂ ബിറ്റ്വീൻ -1 ആൻഡ് +1 അല്ലേ. ഈ 2 വാല്യൂസിൻ്റെ ബിറ്റ്വീൻ ഈ 2 വാല്യൂസ് ആയിരിക്കും വരുന്നത്. അല്ലെങ്കിൽ -1 അല്ലെങ്കിൽ +1 അതിനിടയ്ക്കായിരിക്കും നമുക്ക് വാല്യൂസ് കിട്ടുന്നുണ്ടാവുക. പെർസെൻറ്റേജിനെ എന്ത് ചെയ്യുന്നില്ല, എക്സ്പ്രസ് ചെയ്യുന്നില്ല. ഇനി ഡിസ്പേർഷൻ ഓഫ് ഡേറ്റ. കോറിലേഷൻ എന്തായാലും ഡിസ്പേർഷൻ ഓഫ് ഡേറ്റ എന്തായാലും കോറിലേഷനും അല്ല. ഓക്കെ, ഇത് ഇത്രയാണ്. ഇപ്പം ഇൻ കേസ് ഞാൻ ഈ ബാക്കിയുള്ള ഓപ്ഷൻസും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇൻ കേസ് തിരിച്ച് ചോദിച്ചാലും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എഴുതാൻ പറ്റണം. ചിലപ്പോൾ നോട്ട് എന്നുള്ളത് ചോദിക്കും, നോട്ട് മെഷേഴ്സ് എന്നുള്ളത് ചോദിക്കും. അപ്പോൾ ഇതേ ഓപ്ഷൻസ് വേണമെങ്കിൽ തിരിച്ചും ചോദിക്കാം. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ, വിച്ച് മെത്തേഡ് റാങ്ക്സ് കാണാൻ പറ്റുമോ? ഇല്ല അല്ലേ. ഓക്കെ. Next question, which method uses ranks to measure correlation? Person's method, scatter diagram, Spearman method, then least squares. അതിന് 4 ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ റാങ്ക് അതായത് യൂസസ് റാങ്ക് ടു മെഷർ, അതായത് റാങ്ക് യൂസ് ചെയ്യുന്ന ഏത് മെത്തേഡാണ് ചോദിച്ചത്. നമുക്ക് 4 ഓപ്ഷൻ പേഴ്സൺസ് മെത്തേഡ് തന്നിട്ടുണ്ട്, പിന്നെ സ്കാറ്റർ ഡയഗ്രാം തന്നിട്ടുണ്ട്, സ്പേഴ്സ്മാൻ മെത്തേഡും തന്നിട്ടുണ്ട്, ലീസ്റ്റ് സ്ക്വയേഴ്സും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേതാണ് ഈ സ്പേഴ്സ്മാൻ മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്കിനും എന്താണ്, നമുക്കത് ഫസ്റ്റ് അത് നോക്കാം. എന്താണ് പേഴ്സൺസ് മെത്തേഡ്? പേഴ്സൺസ് മെത്തേഡിൽ ആക്ച്വലി റാങ്ക്സ് അല്ല യൂസ് ചെയ്യുന്നത് അല്ലേ, ന്യൂമറിക്കൽ വാല്യൂസ് ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്കാറ്റർ ഡയഗ്രാമിൽ വരുമ്പോഴത്തേക്കിനും അത് ആക്ച്വലി വിഷ്വൽ പ്ലോട്ടാണ് അല്ലേ. അവിടെയും എന്ത് ചെയ്യുന്നില്ല, റാങ്കിങ് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. സ്കാറ്റർ ഡയഗ്രാം എന്ന് പറയുമ്പോഴത്തേക്കിനും അവിടെ വിഷ്വൽ പ്ലോട്ടാണ്, അതായത് നമ്മൾ പോയിന്റ്സ് യൂസ് ചെയ്ത് ഇങ്ങനെ മാർക്ക് ചെയ്ത് പോവുക അല്ലേ ചെയ്യുന്നത്, പ്ലോട്ട് ചെയ്യുന്നത്. ഓക്കെ, അവിടെയും റാങ്ക്സ് അന്നേരം എന്തായാലും സ്കാറ്റർ ഡയഗ്രാമിൽ ഇൻക്ലൂഡഡ് അല്ല.
അതൊരു എന്താ പറയുക വിഷ്വൽ, അതായത് നമുക്കൊരു റെപ്രസെൻറ്റേഷൻ, ഇപ്പം ബാർ ഡയഗ്രാം എന്നൊക്കെ പറയുന്നത് പോലെയാണ് സ്കാറ്റർ ഡയഗ്രാമും വരുന്നത്. ഇനി നെക്സ്റ്റ് ഓപ്ഷൻ തന്നേക്കുന്നത് എന്താണ്? സ്പേഴ്സ്മാൻ മെത്തേഡ്. സ്പേഴ്സ്മാൻ മെത്തേഡ് എന്ന് പറയുമ്പം എന്തായിരുന്നു? വെൻ ഡേറ്റ ആർ ഇൻ ഓർഡിനൽ ഫോം അല്ലേ? കറക്റ്റ് ആൻസർ ആക്ച്വലി സ്പേഴ്സ്മാൻ മെത്തേഡാണ് വരുന്നത്. സ്പേഴ്സ്മാൻ മെത്തേഡാണ് വരുന്നത്. നമുക്ക് സ്പേഴ്സ്മാൻ റാങ്ക് കോറിലേഷനിൽ ഓൾറെഡി പഠിച്ചിട്ടില്ലേ? അതായത് റാങ്ക് യൂസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? കോറിലേഷൻ നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെ വളരെ ഈസി ആയിട്ടുള്ളതാണ്. നമ്മൾ ഓൾറെഡി ഓരോ മെത്തേഡ് പഠിക്കുമ്പോഴും അതിൽ ഓരോ വേർഡ്സ് പറയുന്നുണ്ടാവും അല്ലേ? അതൊക്കെ ഒരു കീ വേർഡ്സിന്, ഇപ്പോൾ റാങ്ക് അല്ലെങ്കിൽ ന്യൂമറിക്കൽ വാല്യൂ അങ്ങനെ പറയുന്ന 2 വേരിയബിൾസ് നമ്മൾ റിലേഷൻഷിപ്പ് അങ്ങനെയൊക്കെ പറയുന്നത് ജസ്റ്റ് നോട്ട് ചെയ്തിട്ട് അതൊക്കെ MCQs വരുമ്പോഴത്തേക്കിനും അങ്ങനെ പോയിന്റ്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അത് ഹോൾ സെൻറ്റൻസ് ഫുൾ നമ്മൾ ഓർത്ത് വെച്ചെങ്കിലും ഓരോ മെത്തേഡ് പറയുന്നതും എന്തിനാണ്, അത് ഏത് ടൈപ്പാണ്, ഏത് ഡേറ്റ ടൈപ്പിലാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, അങ്ങനെയൊക്കെ വെച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എന്താ പറയുക, MCQs കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് നമുക്ക് എക്സാമിൽ എടുക്കാനായിട്ട് പറ്റും. അതേസമയം നമ്മൾ ഫുൾ ഇരുന്ന ആ ഒരു ചാപ്റ്ററിലെ ടെക്സ്റ്റ് കംപ്ലീറ്റ് നമ്മൾ വായിച്ചു, മെറ്റീരിയൽ കംപ്ലീറ്റ് ഇരുന്ന് വായിച്ചു, ബട്ട് MCQസിൻ്റെ കാര്യത്തിലാകുമ്പോൾ നമ്മൾ ആ ഒരു കീ പോയിൻറ്റ്സ് ഒക്കെ മനസ്സിലാക്കാതെ പോകുമ്പോൾ നമുക്ക് MCQസിൽ കുറച്ച് തപ്പലും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കീ പോയിൻറ്റ്സ് ഉണ്ടാവും ഓരോ ഇതിലും ഓരോ ക്വസ്റ്റ്യനിലും വരുന്ന രീതിയിൽ. അതായത് ഒരു മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ ഏത് ഡേറ്റ ടൈപ്പിലാണ് യൂസ് ചെയ്യേണ്ടത്, ഏത് ഡിസ്ട്രിബ്യൂഷനിലാണ് യൂസ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കീ പോയിൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പോൾ എക്സാം എനിക്ക് ഐ തിങ്ക് 28th or 29th ആണല്ലോ എക്സാം വരുന്നത്. അപ്പോൾ ആ ടൈമിലേക്ക് എന്ത് ചെയ്യുക, നിങ്ങളിപ്പോൾ പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പഠിക്കുമ്പം തന്നെ കീ പോയിൻറ്റ്സ് ഒന്നെങ്കിൽ അണ്ടർലൈൻ ചെയ്തിടുക, അല്ലെങ്കിൽ അതൊരു ഷോർട്ട് നോട്ടാക്കി ഒരു ഫ്ലാഷ് കാർഡ് പോലെയൊക്കെ എഴുതിയിട്ട് കുറച്ചും കൂടെ നിങ്ങൾക്ക് ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ അത് കുറച്ചുകൂടെ ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ ലീസ്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറയുമ്പോൾ എന്തായാലും നമ്മൾ റിഗ്രഷനിലാണ് യൂസ് ചെയ്യുന്നത് അല്ലേ? ഇത് ആക്ച്വലി റിഗ്രഷനിലാണ് ലീസ്റ്റ് സ്ക്വയേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ വാല്യൂ ഓഫ് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് ലൈസ് ബിറ്റ്വീൻ 0 and 1, -1 and +1, infinity, -infinity and +infinity, -0.5 and +0.5. The value of correlation coefficient, the coefficient correlationൻ്റെ വാല്യൂ എവിടെയാണ് വരുന്നതെന്നുള്ളത് നമ്മൾ ഓൾറെഡി നമുക്കറിയാവുന്ന ഓപ്ഷനാണ് +1 and -1 and +1 അല്ലേ? അതിൽ നമുക്ക് വലിയ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. കോറിലേഷൻ കോഎഫിഷ്യന്റ് പഠിക്കുമ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു വാല്യൂ പഠിക്കുന്നുണ്ട് അല്ലേ? നെക്സ്റ്റ് 38th question. A correlation coefficient close to 0 suggests strong positive correlation, weak or no correlation, perfect negative correlation, perfect പോസിറ്റീവ് കോറിലേഷൻ. നമ്മൾ കോറിലേഷൻ പഠിക്കുമ്പോൾ പോസിറ്റീവ് കോറിലേഷൻ പഠിക്കുന്നുണ്ട്, നെഗറ്റീവ് കോറിലേഷൻ പഠിക്കുന്നുണ്ട്, നോ കോറിലേഷൻ പഠിക്കുന്നുണ്ട് അല്ലേ? അപ്പം 0 ആയിട്ട് ഏത് കോറിലേഷൻ കോഫിഷ്യൻ്റാണ് 0 ആയിട്ട് റിലേറ്റ് ചെയ്ത്, അതായത് ക്ലോസ് ആയിട്ട് വന്നിരിക്കുന്നത് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അതൊന്ന് സജസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് പറയാൻ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അതിൽ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. സ്ട്രോങ് പോസിറ്റീവ് കോറിലേഷൻ തന്നിട്ടുണ്ട്, വീക്ക് അല്ലെങ്കിൽ നോ കോറിലേഷൻ തന്നിട്ടുണ്ട്, പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ തന്നിട്ടുണ്ട്, പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷനും തന്നിട്ടുണ്ട്. ആക്ച്വലി നമ്മുടെ ആൻസർ എന്താണ്? ബി ആണ് അല്ലേ? അതായത് വീക്ക് ഓർ നോ കോറിലേഷൻ. നമ്മൾ 3 ടൈപ്സിൽ പഠിക്കുന്നതിൽ നോ കോറിലേഷൻ എന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഓൾറെഡി ഇപ്പോൾ വീക്ക് ഓർ നോ നമ്മളെ കൺഫ്യൂസ് ഇരിക്കാൻ വേണ്ടിയിട്ട് വേറെ വേർഡ്സൊക്കെ ആണ് വീക്ക് എന്നൊക്കെ കുറച്ച് ആഡ് ചെയ്യും. പക്ഷെ നോക്കരുത്, ഓൾറെഡി നമുക്കറിയാം നോ കോറിലേഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഓൾറെഡി ഇതിനകത്ത് തന്നിട്ടുണ്ട് അല്ലേ? വീക്ക് ഓർ നോ കോറിലേഷൻ എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? ഓക്കെ, ഇപ്പം സപ്പോസ് ഇപ്പം സ്ട്രോങ് പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയുമ്പോഴത്തേക്കിന് നമുക്ക് കിട്ടേണ്ട ആൻസർ എന്താണ്? ക്ലോസ് ടു +1 ആണ് നമുക്ക് വരേണ്ടത് അല്ലേ? ഇപ്പം നെഗറ്റീവ് ആണെങ്കിലോ -1 ആയിരിക്കണം വരേണ്ടത്. ഇപ്പോൾ പെർഫെക്റ്റ് ആണെങ്കിൽ പ്ലസ് കോറിലേഷൻ എന്നുള്ളത് തന്നെ വരണം അല്ലേ? വാല്യൂ എന്ത് വരണം? +1 എന്നുള്ളത്. ഇത് രണ്ടും ക്ലോസ് ആയിരിക്കണം. പെർഫെക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കിന് എന്തായിരിക്കണം? നമുക്ക് ആ വാല്യൂ കിട്ടുന്നത് ഒന്നെങ്കിൽ ഇപ്പം പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ അല്ലെങ്കിൽ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയുമ്പോൾ -1 എന്തായാലും വരണം അല്ലേ? നെഗറ്റീവ് ആണെങ്കിൽ മൈനസ്, പോസിറ്റീവ് ആണെങ്കിൽ പ്ലസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരുന്നു? വീക്ക് ഓർ നോ കോറിലേഷൻ.
ഇങ്ങനെ നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വേർഡ്സ് ആഡ് ചെയ്യും, പക്ഷെ നന്നായിട്ട് ഓപ്ഷൻസ് വായിക്കുക കേട്ടോ. ഇനി അടുത്ത്, ഇഫ് R ഈക്വൽ ടു +0.9 ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ് ഈസ്, അതായത് R എന്ന് പറയുന്നത് +0.9 എന്ന് തന്നിട്ടുണ്ട്. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ്, വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ തന്നേക്കുന്നത് എന്താ? ഒന്ന് പോസിറ്റീവ്, വീക്ക് പോസിറ്റീവ് എന്ന് തന്നിട്ടുണ്ട്, സ്ട്രോങ് പോസിറ്റീവ് എന്ന് തന്നിട്ടുണ്ട്, സ്ട്രോങ് നെഗറ്റീവ് എന്ന് തന്നിട്ടുണ്ട്, നോ റിലേഷൻഷിപ്പ് എന്ന് തന്നിട്ടുണ്ട്. ഇപ്പം നമ്മളിവിടെ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പം R എന്ന് കോറിലേഷൻ കോഫിഷ്യൻ എന്ന് പറയുന്നത് എന്താണ്? +0. R എന്നുള്ളത് +0.9 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ വേരിയബിൾസ് നമ്മൾ റിലേഷൻഷിപ്പാണ് ചെയ്യുന്നത്. അത് വീക്ക് പോസിറ്റീവ് ഉണ്ട്, സ്ട്രോങ് പോസിറ്റീവ് ഉണ്ട്, സ്ട്രോങ് നെഗറ്റീവ് ഉണ്ട്, നോ റിലേഷൻഷിപ്പ് ഉണ്ട്. നമുക്കത് വായിക്കുമ്പോൾ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തേ ഉള്ളൂ അല്ലേ. സ്ട്രോങ് പോസിറ്റീവാണ് കറക്റ്റ് ആൻസർ അല്ലേ. എന്തുകൊണ്ടാണ്? ക്ലോസ് ടു R എന്ന് പറയുന്നത് ക്ലോസ് ടു +1 ആണ് അല്ലേ. ഈ ഇപ്പം നമുക്ക് തന്നേക്കുന്ന ഈ വാല്യൂ ക്ലോസ് ടു +1 അല്ലേ വരുന്നത്. അപ്പോൾ എന്താണ്? സ്ട്രോങ് പോസിറ്റീവാണ്. Which method of correlation uses deviation from mean? Which method of correlation uses deviations from mean? നമുക്ക് തന്നേക്കുന്ന ഓപ്ഷൻസ് എന്തൊക്കെയാണ്? കാൾപേഴ്സൺസ് മെത്തേഡ്, സ്പെർസ്മാൻസ് മെത്തേഡ്, സ്കാറ്റർ ഡയഗ്രാം, കോഎഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ അല്ലേ. യൂസസ് ഡീവിയേഷൻ ഫ്രം മീൻ, അതായത് ഏത് കോറിലേഷൻ മെത്തേഡാണ് യൂസസ് ഡീവിയേഷൻ ഫ്രം മീൻ? നമുക്കറിയാം കാൾപേഴ്സൺ മെത്തേഡാണെന്നുള്ളത് അല്ലേ. കോറിലേഷൻ നമ്മൾ ഓൾറെഡി ഈ മെത്തേഡ് പഠിക്കുന്നുണ്ട്. ഈ മെത്തേഡ് എന്താ യൂസ് ചെയ്യുന്നത്? അതായത് നമുക്ക് കോറിലേഷൻ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡീവിയേഷൻ ഫ്രം മീൻ യൂസ് ചെയ്യുന്ന അല്ലേ. ഓക്കെ, ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താ റോങ് ആവാനുള്ള കാര്യം? സ്പെർസ്മാൻ മെത്തേഡ് എന്തായാലും റാങ്ക് ആണ് യൂസ് ചെയ്യുന്നല്ലേ. നേരത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നല്ലേ, റാങ്ക് ആണ് യൂസ് ചെയ്യുന്നത്. സ്കാറ്റർ മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ഓപ്ഷനകത്ത് വരുന്നതേ അല്ല, ജസ്റ്റ് പ്ലോട്ട്സ്, അതായത് പോയിൻറ്റ്സിന് പ്ലോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. കോഎഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ നമുക്ക് ഇതിനകത്തുള്ള ഈ ഒരു നൺ ഓഫ് ദീസ് ആണ് അല്ലേ. നെക്സ്റ്റ് വൺ, വിച്ച് റിഗ്രഷൻ ടൈപ്പ് ഹാസ് മോർ ദാൻ വൺ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ? വളരെ, അതായത് റിഗ്രഷനിലെ ചാപ്റ്ററിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഈസി ചാപ്റ്ററിലെ ടൈപ്സ് ഓഫ് റിഗ്രഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അതായത് വിച്ച് റിഗ്രഷൻ ടൈപ്പ് ഹാസ് മോർ ദാൻ വൺ ഇൻഡിപെൻഡൻറ്റ് വാല്യൂ? തന്നേക്കുന്ന ഓപ്ഷൻസ് സിമ്പിൾ റിഗ്രഷൻ, മൾട്ടിപ്പിൾ റിഗ്രഷൻ, പാർഷ്യൽ റിഗ്രഷൻ ആൻഡ് ലോജിസ്റ്റിക് റിഗ്രഷൻ. ഇറ്റ്സ് സിമ്പിൾ, നമുക്കറിയാം മൾട്ടിപ്പിൾ റിഗ്രഷൻ അല്ലേ. 40 ആൻസർ മൾട്ടിപ്പിൾ റിഗ്രഷൻ. അതായത് മൾട്ടിപ്പിൾ റിഗ്രഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻവോൾവ്സ് 2 or more അതായത് 2 or more ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഉണ്ടാവും അല്ലേ. സിമ്പിൾ റിഗ്രഷൻ എന്ന് പറയുമ്പോൾ 1 വേരിയബിൾ ആയിരിക്കും ഉണ്ടാവുക. പാർഷ്യൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ്, അതായത് മൾട്ടിപ്പിൾ റിഗ്രഷനകത്ത് ഇൻക്ലൂഡഡ് ആണ്, പക്ഷേ ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് വിച്ച് ടൈപ്പ് എന്നുള്ളത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മൾട്ടിപ്പിൾ റിഗ്രഷൻ തന്നെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ്, ഇൻഡെക്സ് നമ്പേഴ്സ് ആർ യൂസ്ഡ് ടു മെഷർ ചേഞ്ചസ് ഇൻ വേരിയബിൾസ് ഓവർ ടൈം, കോറിലേഷൻ, ഡിസ്പേർഷൻ, സ്ക്യൂനെസ്. ഇൻഡെക്സ് നമ്പേഴ്സ് ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ വന്നേക്കുന്നത്. ഇൻഡെക്സ് നമ്പേഴ്സ് ആർ യൂസ് ടു മെഷർ ചേഞ്ചസ് ഇൻ ഓവർ ടൈം അല്ലേ, ചേഞ്ചസ് ഇൻ വേരിയബിൾസ് ഓവർ ടൈം അല്ലേ. എന്തായാലും കോറിലേഷൻ, ഡിസ്പേർഷൻ, സ്ക്യൂനെസിനോ അല്ല. അടുത്ത ലാസ്റ്റ് പെയർ ഈസ് ഇൻഡെക്സ് യൂസസ്. അതും ഈസി ക്വസ്റ്റ്യൻ ആണ്, ഓൾറെഡി നമുക്കറിയാം ഏതാണെന്നുള്ളത്. ബേസ് ഇയർ ക്വാണ്ടിറ്റീസ് അല്ലേ. അപ്പം കറണ്ട് ഇയർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്കിനും അതേതാണ് യൂസ് ചെയ്യുന്നത്? കറണ്ട് ഇയർ ഏത് ഇൻഡെക്സ് നമ്പർ, ഏത് ടൈപ്പ് ഓഫ് ഇൻഡെക്സിലാണ് യൂസ് ചെയ്യുന്നത്? പാഷെ ഇൻഡെക്സ് അല്ലേ. അപ്പം ആവറേജ് ഓഫ്, അതായത് ബേസ് ഇയറുമായി കറണ്ട് ഇയറുമായി, ബേസ് ഇയർ നമുക്കിപ്പോൾ അറിയാം എന്താണെന്നുള്ളതും കറണ്ട് ഇയർ ക്വാണ്ടിറ്റീസിൻ്റെ അറിയാം. ഇനി ബേസ് ആൻഡ് കറണ്ട് ഇയർ ക്വാണ്ടിറ്റീസിൻ്റെ ആവറേജ് എന്താണ്? ഫിഷർ അല്ലേ. ഫിഷർ ഇൻഡെക്സിലാണ് യൂസ് ചെയ്യുന്നത്.
അപ്പം പഠിക്കുമ്പം ഇപ്പം ഒരു ക്വസ്റ്റ്യൻ പഠിക്കുകയാണ്, ഇപ്പം നമ്മൾ ലൈവിൽ തന്നെ ഇപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ 43 ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടുണ്ട്. ഈ 43 ക്വസ്റ്റ്യൻസിൽ പഠിക്കുമ്പം കറക്റ്റ് ആൻസർ ഏതാണെന്ന് മാത്രം നോക്കാണ്ട് കറക്റ്റ് ഈ റോങ് ആൻസേഴ്സ് വരാനുള്ള റീസൺസും കൂടെ പഠിക്കുക. അത് പഠിക്കുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഇൻ കേസ് നേരെ തിരിച്ചും കൂടെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ പഠിക്കുമ്പം തന്നെ ഓൾമോസ്റ്റ് ഒരു 3 to 4 ക്വസ്റ്റ്യൻ്റെ ആൻസറും 2 to 3 ക്വസ്റ്റ്യൻ്റെ ആൻസറും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓൾറെഡി അതിനകത്ത് പഠിക്കുന്നുണ്ട്. ഇൻ കേസ് തിരിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാനായിട്ട് പറ്റും. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ എങ്ങനെ വേണമെങ്കിലും ചോദിക്കാമല്ലോ അല്ലേ, തിരിച്ചും മറിച്ചും ഹരിച്ചും കുടിച്ചും ഒക്കെ ചോദിക്കാം. അപ്പം എന്ത് ചെയ്യുക, അപ്പം അങ്ങനെയും കൂടെ പഠിച്ചിട്ട് പോവാം. ഫിഷേഴ്സ് ഇൻഡെക്സ് ഈസ് കോൾഡ് ദ ഐഡിയൽ ഇൻഡെക്സ് ബിക്കോസ്, എന്തുകൊണ്ടാണ് ഫിഷർ ഇൻഡെക്സിന് ഐഡിയൽ ഇൻഡെക്സ് എന്ന് പറയുന്നത്? ഓപ്ഷൻ തന്നേക്കുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഈസി ടു കാൽക്കുലേറ്റ്, ഇറ്റ് സാറ്റിസ്ഫൈസ് ടൈം റിവേഴ്സൽ ആൻഡ് ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റ്, ഇറ്റ് യൂസസ് ഓൺലി ബേസ് ഇയർ ക്വാണ്ടിറ്റീസ് ആൻഡ് ഇറ്റ് യൂസസ് ഓൺലി കറണ്ട് ഇയർ ക്വാണ്ടിറ്റീസ്. ഈ 4 ഓപ്ഷനാണ് തന്നേക്കുന്നത്. അപ്പോൾ ഏതാണ് കറക്റ്റ്? ഇപ്പം നമ്മളിപ്പോൾ ഐഡിയൽ ഇൻഡെക്സ് എന്തുകൊണ്ടാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ, ഫിഷേഴ്സ് ഇൻഡെക്സിന്. ഈ ഫിഷർ ഇൻഡെക്സ് ആക്ച്വലി ഈസി ടു കാൽക്കുലേറ്റ് ആണ് അല്ലേ, ഇച്ചിരി ഒരു കോംപ്ലക്സ് മെത്തേഡാണല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഓപ്ഷൻ എന്തായാലും അല്ല. പിന്നെ ഇറ്റ് സാറ്റിസ്ഫൈസ്, ഇറ്റ് യൂസസ് ഓൺലി ബേസ് ഇയർ. ഇപ്പം നമുക്ക് അറിയാവുന്ന ഓപ്ഷൻസ് ഒക്കെ നോക്കി ഇതൊക്കെ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഇറ്റ് യൂസസ് ഓൺലി ബേസ് ഇയർ ക്വാണ്ടിറ്റീസ്, അത് ഓൾറെഡി നമ്മളിവിടെ പറഞ്ഞു അല്ലേ, ഏതാണെന്നുള്ള ലാസ്റ്റ് പാരീസ് ഇൻഡെക്സ് എന്നുള്ളത് ഓൾറെഡി നമ്മളിവിടെ പറഞ്ഞു. ഇറ്റ് യൂസസ് ഓൺലി കറണ്ട് ഇയർ ക്വാണ്ടിറ്റീസ് യൂസ് ചെയ്യുന്ന ഏതാണ്? പാഷസ് ഇൻഡെക്സ് അല്ലേ. അപ്പോൾ കറക്റ്റ് ആൻസർ ഈസി ടു കാൽക്കുലേറ്റ് അല്ല, അത് കുറച്ച് കോംപ്ലക്സ് മെത്തേഡാണ് അല്ലേ. അപ്പോൾ നമുക്കത് ആ ഒരു ഓപ്ഷൻ നമുക്ക് പറയാൻ പറ്റില്ല. സോ കറക്റ്റ് ആൻസർ എന്താണ്? ഇറ്റ് സാറ്റിസ്ഫൈസ് ടൈം റിവേഴ്സൽ ആൻഡ് ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റ് അല്ലേ. ബിക്കോസ് വൈ? ഈ ഫിഷർ മെത്തേഡ് എന്ന് പറയുന്നത് ബിക്കോസ് ഇറ്റ് മീറ്റ്സ് ബോത്ത് ഇമ്പോർട്ടൻറ്റ് ഫിഷ്, അതായത് ഇൻഡെക്സ് നമ്പർ ടെസ്റ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഡെക്സ് നമ്പർ ടെസ്റ്റിനെ എല്ലാം മീറ്റ് ചെയ്യുന്നുണ്ട്. ബോത്ത് ഇമ്പോർട്ടൻറ്റ് ഇൻഡെക്സ് നമ്പർ ടെസ്റ്റ്, അതായത് ഇൻഡെക്സ് നമ്പർ ടെസ്റ്റിനെ എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാത്തിനെയും എന്ത് ചെയ്യുന്നുണ്ട്, ഫിഷർ ഇൻഡെക്സ് മെത്തേഡ് മീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു മെത്തേഡ് വരുന്നത്. ഓൾറെഡി നമുക്ക് ഇക്വേഷൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ ഒരു ഓപ്ഷൻ വന്നേക്കുന്നത് അല്ലേ. നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ഓൾറെഡി പഠിക്കുന്നുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ എന്തുകൊണ്ടാണ് ഈ ഒരു ഓപ്ഷൻ വന്നതെന്നുള്ളത്. അതായത് നമ്മുടെ ഇൻഡെക്സ് നമ്പർ ടെസ്റ്റുകളുണ്ടല്ലോ, അതിനെല്ലാം അതായത് ഗ്ലാസ്ബെറി, പാഷ്യ ഇൻഡെക്സ്, അതെല്ലാം മീറ്റ് ചെയ്യുന്നുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. അപ്പം അതുകൊണ്ടാണ് അതിനെ ഐഡിയൽ ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ്, ബേസ് ഇയർ ഇൻ ഇൻഡെക്സ് നമ്പേഴ്സ് ഷുഡ് ബി അബ്നോർമൽ, നോർമൽ, ഹയർ പ്രൈസ് ഇയർ ആൻഡ് ലോവർ പ്രൈസ് ഇയർ. ഇങ്ങനെ 4 ഓപ്ഷനാണ് തന്നെ. അതായത് 45th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബേസ് ഇയർ ഇൻ ഇൻഡെക്സ് നമ്പേഴ്സ് ഷുഡ് ബി അബ്നോർമൽ, നോർമൽ, ഹയസ്റ്റ് പ്രൈസ് ഇയർ, ലോവസ്റ്റ് പ്രൈസ് ഇയർ. അതായത് ഇൻഡെക്സ് നമ്പറിലെ ബേസ് ഇയർ എന്ന് പറയുന്നത് അബ്നോർമൽ ആണോ, നോർമൽ ആണോ, ഹയസ്റ്റ് പ്രൈസ് ഇയർ ആണോ, ലോവസ്റ്റ് പ്രൈസ് ഇയർ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം അബ്നോർമൽ ആണോ? അല്ല, അബ്നോർമൽ ആവാനായിട്ട് എന്തായാലും പറ്റത്തില്ല അല്ലേ. അബ്നോർമൽ ആയ എന്തായിരിക്കും, നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടുമോ? ഇല്ല. ഡിസ്റ്റോർട്ടഡ് റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. കറക്റ്റ് റിസൾട്ട് കിട്ടുമോ? ഇല്ല. പിന്നെ ഇപ്പം ഹയസ്റ്റ് പ്രൈസ് ഇയർ എന്ന് പറയുമ്പോഴത്തേക്കിനും ഇൻഡെക്സ് എങ്ങനെയായിരിക്കും? അപ്വേർഡ് ആയിരിക്കും അല്ലേ. ഇപ്പം ലോവസ്റ്റ് പ്രൈസ് ഇയർ ആകുമ്പോഴത്തേക്കിനും എന്തായിരിക്കും? ഡൗൺവേർഡ് ആയിരിക്കും. അപ്പോൾ എപ്പോഴും ബേസ് ഇയർ എന്ന് പറയുമ്പോഴത്തേക്കിനും, അതായത് ഇൻഡെക്സ് നമ്പേഴ്സിലെ ബേസ് ഇയർ എന്ന് പറയുമ്പോഴത്തേക്കിനും എപ്പോഴും എന്തായിരിക്കണം? നോർമൽ ആയിരിക്കണം. നോർമൽ ആവണം എന്ന് പറയുന്നത് മെയിൻലി എന്താ, നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളൊരു റിസൾട്ട് തരാം അല്ലേ. അൺഡിസ്റ്റോർട്ടഡ് ആയിട്ട് ഡിസ്റ്റോർഷൻ ഇല്ലാത്ത ഒരു റിസൾട്ട് നമുക്ക് കിട്ടണം. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബേസ് ഇയർ എപ്പോഴും എന്താണ്, നോർമൽ ആവണം എന്ന് പറയുന്നത്. ഇനി
Which index measures pricing power of money? Price index, quantity index, value index and GNP deflator. ഇൻഡെക്സ് നമ്പേഴ്സ് പഠിക്കുമ്പം തന്നെ നമ്മൾ പഠിക്കുന്നൊരു കാര്യമാണ് അല്ലേ. ഇപ്പം പർച്ചേസിങ് പവർ ഓഫ് മണി ഐഡൻറ്റിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ അത് മെഷർ ചെയ്യുന്ന ഇൻഡെക്സ് എന്താണ്? പ്രൈസ് ഇൻഡെക്സ്. ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ. നെക്സ്റ്റ് അടുത്ത CPI ഈസ് ഓൾസോ നോൺ എസ്, അതായത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്, ഓൾസോ നോൺ എസ് 4 ഓപ്ഷൻ ഉണ്ട്. റീറ്റെയിൽ പ്രൈസ് ഇൻഡെക്സ്, ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്, GNP ഡിഫ്ലേറ്റർ, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻഡെക്സ്. യെസ്, കറക്റ്റ് ആൻസർ എന്താണ്? റീറ്റെയിൽ പ്രൈസ് ഇൻഡെക്സ് ആണ് വരുന്നത് അല്ലേ. ബിക്കോസ് എന്തുകൊണ്ടാണ്? ഇറ്റ് റിഫ്ലെക്ട്സ് റീറ്റെയിൽ പ്രൈസ് ചേഞ്ചസ് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ, ഇപ്പോൾ കൺസ്യൂമേഴ്സിന് വേണ്ടുന്നത്. അതുകൊണ്ടാണ് റീറ്റെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓൾസോ CPI ഓൾസോ പ്രൈസ് ഇൻഡെക്സ് റീറ്റെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. കുറച്ച് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു അതൊക്കെ. ഇനി ടൈം സീരീസ് ഡേറ്റ ആർ കളക്റ്റഡ് at a single point of time over a period of time from multiple sources for one occasion only. Time series data, നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. ടൈം സീരീസ് ഡേറ്റ ആർ കളക്റ്റഡ് അറ്റ് എ സിംഗിൾ പോയിന്റ് ഓഫ് ടൈം ഓവർ എ പീരിയഡ് ഓഫ് ടൈം ഫ്രം മൾട്ടിപ്പിൾ സോഴ്സസ് ഫോർ വൺ ഒക്കേഷൻ ഓൺലി. ഏതാണ് കറക്റ്റ് ആൻസർ വരിക? ആക്ച്വലി നമ്മൾ ടൈം സീരീസ് എന്തിനാണ് പഠിക്കുന്നത്? അതായത് ഓരോ ട്രെൻഡ് അല്ലെങ്കിൽ പാറ്റേണിനെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഓരോ ടൈമിലും എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ആക്ച്വലി ടൈം സീരീസ് അനാലിസിസ് അല്ലെങ്കിൽ ടൈം സീരീസ് ഡേറ്റ എടുക്കുന്നത്. അപ്പോൾ ഏത് ഓപ്ഷനാണ് വരുന്നത്? ഓവർ എ പീരീഡ് ഓഫ് ടൈം അല്ലേ. കാരണം നമ്മളിപ്പം ടൈം സീരീസ് പഠിക്കുമ്പോൾ തന്നെ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് എന്തിനാണ് ടൈം സീരീസ് അനാലിസിസ് എടുക്കുന്നത്? അതായത് ഓരോ പീരീഡ് ഓഫ് ടൈമിലുള്ള ട്രെൻഡ് ആൻഡ് പാറ്റേൺ, ഇപ്പം ഈ വർഷത്തായിരിക്കില്ലല്ലേ നെക്സ്റ്റ് ഇയർ വരുന്നുണ്ട്. അപ്പോൾ ഓരോ ടൈം പീരീഡിലുള്ള ചേഞ്ചസ് അത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടൈം സീരീസ് ഡേറ്റ് അല്ലെങ്കിൽ ടൈം സീരീസ് അനാലിസിസ് നടത്തുന്നത്. അപ്പോൾ ആൻസർ ഓവർ എ പീരീഡ് ഓഫ് ടൈം. നെക്സ്റ്റ്, വിച്ച് ഈസ് നോട്ട് എ കമ്പോണൻറ്റ് ഓഫ് ടൈം സീരീസിൻ്റെ കമ്പോണൻ്റ് അല്ലാത്ത ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ട്രെൻഡ്, സീസണൽ വേരിയേഷൻ, സാമ്പിളിംഗ് എറർ, സൈക്ലിംഗ് വേരിയേഷൻ. അത് വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ആ ചാപ്റ്റർ പഠിക്കുമ്പം തന്നെ നമ്മൾ ഈ 3 വേരിയേഷനെ പറ്റിയിട്ട് പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പം കറക്റ്റ് ഈ ഓപ്ഷനിൽ വരുന്നതിൽ നോട്ട് എന്ന് പറയുമ്പോഴത്തേക്കിന് ഏതാണ്? സാമ്പിളിംഗ് എറർ. സാമ്പിളിംഗ് എറർ എന്തായാലും ടൈം സീരീസിൻ്റെ കോമ്പൗണ്ട് അല്ല. ഇനി ലാസ്റ്റ് വൺ, a long-term movement in a time series is called. A long-term movement in a time series is called seasonal variation, cyclic variation, irregular variation. കറക്റ്റ് ആൻസർ എന്തായാലും എന്താണ്? ലോങ് ടേം. അതൊരു ഡെഫിനിഷനാണ് അല്ലേ. ആ പേരിൽ തന്നെ ഉണ്ട് ഏതാണെന്നുള്ളത് ട്രെൻഡ്. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ ഒരു ലോങ് ടേമിലേക്കുണ്ടല്ലോ. സീസണൽ വേരിയേഷൻ ഒരു ഷോർട്ട് ടേമിലേക്കുള്ളതാണ്. സൈക്ലിക് വേരിയേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു മീഡിയം ടു ലോങ് ടേം ആണ്. ബട്ട് അതൊരു കണ്ടിന്യൂസ് അല്ലല്ലോ. ബിസിനസ് സൈക്കിളിനെ ടൈ ചെയ്താണ് അല്ലെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്താണ്, അതിനെ ടൈ ചെയ്താണ് ഇരിക്കുന്നത് അല്ലേ. അതൊരു കണ്ടിന്യൂസ് ട്രെൻഡ് അല്ല. ഇറഗുലർ വേരിയേഷൻ എന്ന് പറയുമ്പോഴത്തേക്കിന് റാൻഡം, നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും. അതാണ് ഇറഗുലർ വേരിയേഷനിൽ വരുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ 50 MCQs നമ്മൾ ഹോൾ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ പഠിക്കുന്ന MCQs പഠിക്കുന്ന ടൈമിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും അതിൻ്റെ കീ ഏരിയാസ് ഉണ്ട്. അത് വെച്ച് നോട്ട് ചെയ്ത് പഠിക്കുക. അത് കണക്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബാക്കിയുള്ള ടോപ്പിക്സും കൂടെ നമുക്ക് അറിഞ്ഞിരിക്കാൻ പറ്റും. ഇപ്പം ഡേറ്റ ടൈപ്പ് വെച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിലും ഏത് ഡേറ്റ ടൈപ്പ് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഏത് ഡിസ്ട്രിബ്യൂഷനിൽ വേണം, അതിലൊക്കെ ഓരോരോ കീ പോയിൻറ്റ്സ് ഉണ്ടല്ലേ. ഇപ്പം നമ്മൾ ഇപ്പം നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ഇപ്പോൾ കോറിലേഷൻ്റെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞില്ലേ അതിലേക്ക്. അപ്പോൾ അങ്ങനെ വെച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് പഠിക്കും. വെറുതെ ബൈഹേർട്ട് ചെയ്ത് പോകണ്ട, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പഠിച്ചാൽ മാത്രം മതി. MCQs നമുക്ക് അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഈച്ച് ആൻഡ് എവറി പോയിന്റ് ഒന്ന് വായിച്ച് വെക്കുക. എങ്ങനെ വേണമെങ്കിലും MCQs ചോദിക്കാം.
പിന്നെ ഒരു MCQ ഇപ്പം നമ്മുടെ മെറ്റീരിയലിനെ തന്നെയുള്ള MCQ ചെയ്യുമ്പോഴത്തേക്കിനും എന്തുകൊണ്ടാണ് ബാക്കിയുള്ള ഓപ്ഷൻ റോങ് ആയേ എന്നുള്ളതും കൂടെ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും എന്ത് ചെയ്യാൻ പറ്റും, തിരിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ഇതൊക്കെയാണ് MCQസിൽ നമുക്കുള്ളത്. ഇനി അടുത്ത് നമുക്ക് ഡിസ്ക്രിപ്റ്റീവിലേക്ക് പോവാം. ഡിസ്ക്രിപ്റ്റീവിൽ ഞാനിവിടെ ജസ്റ്റ് പോയിൻറ്റ്സ് മാത്രമേ ഞാൻ തന്നിട്ടുള്ളൂ. നിങ്ങൾ ഈ പോയിൻറ്റ്സ് മാത്രം എഴുതരുത്. അതിനെ ഒന്ന് കാരണം എന്തായാലും ഡിസ്ക്രിപ്റ്റീവ് വരുന്ന ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കുമല്ലോ വരുന്നുണ്ടാവുക. അപ്പോൾ അതിനെ കുറച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വേണം എഴുതാനായിട്ട്. ഓക്കെ, എങ്ങനെയാണോ മാർക്സ് വരുന്നത് അതിനനുസരിച്ച് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ, എക്സ്പ്ലെയിൻ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ദം വിത്ത് എക്സാമ്പിൾസ്. അതായത് ഇതിപ്പം രണ്ട് ക്വസ്റ്റ്യൻസും കൂടെ ഒരുമിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് എന്താണ് ഡേറ്റ, എന്താണ് ഇൻഫർമേഷൻ, അത് രണ്ട് ഡിഫൈൻ ചെയ്യുക, അത് തമ്മിലുള്ള ഡിഫറൻസസ്, ഡേറ്റയും ഇൻഫർമേഷൻ തമ്മിലുള്ള ഡിഫറൻസസ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ ഒന്നായിട്ട് ചോദിക്കാം. അതായത് എന്താണ് ഡേറ്റ എന്നും എന്താണ് ഇൻഫർമേഷൻ എന്ന് ചോദിക്കാം, എന്താണ് ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ അതിനും കൂടെ ഒരുമിച്ചൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം, ഇല്ലെങ്കിൽ ഇത് രണ്ടിനും ഡിഫറൻസും ചോദിക്കാം. 3 രീതിയിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ അത് എങ്ങനെ ചോദിച്ചാലും ഇങ്ങനെ എഴുതിയാൽ മതി. ഈ പോയിൻറ്റ്സ് മാത്രം ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ കൂടെ നിങ്ങൾ കുറച്ച് എക്സ്പ്ലനേഷനും കൂടെ അതിൻ്റെ കൂടെ ഇപ്പോൾ ആഡ് ചെയ്ത് പോവുക. ഓക്കെ, ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, റോ ആൻഡ് അൺപ്രോസസ്ഡ് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് അല്ലേ. ഇപ്പം ഡേറ്റ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു അൺപ്രോസസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ട് കളക്ട് ചെയ്യുന്നതാണ് ഡേറ്റ എന്ന് പറയുന്നത്. അത് ഇറ്റ് ക്യാൻ ബി ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ്. എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഇപ്പം നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 25, 30, 35 എന്നൊക്കെ പറയുന്നത് അതൊരു എന്താ പറയുക, ഒരു റോ ഡേറ്റയാണല്ലേ. ജസ്റ്റ് ഒരു നമ്പേഴ്സ് മാത്രമേ അതിനകത്തുള്ളൂ. അതിന് പ്രത്യേകിച്ച് മീനിങ്ങോ കാര്യങ്ങളോ ഒരു കോൺടെക്സ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല. സിമ്പിൾ നമ്പേഴ്സ്, ഡേറ്റ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ഡേറ്റ അതായത് പോയിൻറ്റ്സ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ഇൻഫർമേഷൻ എന്ന് പറയുമ്പോഴത്തേക്കിനും എന്താണ്, പ്രോസസ്ഡ് ഡേറ്റ അല്ലേ. നമുക്ക് ഡേറ്റ നമ്മൾ കളക്ട് ചെയ്തു, അതിന് വേണ്ടുന്ന രീതിയിൽ അതിനെ പ്രോസസ്സ് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് നമ്മൾ ആ ഡേറ്റ എങ്ങനെയാണെന്നുള്ളത് ഇൻ്റർപ്രറ്റ് ചെയ്ത് അതിനൊരു മീനിങ് ഉണ്ടാക്കിയെടുക്കും അല്ലേ. എന്നിട്ട് ആ ഡേറ്റയാണ് നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത് അല്ലേ. അത് ഇൻഫർമേഷനെയാണ് നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് വേണോ വേണ്ടോ, ഇത് എവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം, ഇതിൻ്റെ ആവശ്യം എന്താണ് എന്നുള്ളതെല്ലാം നമ്മൾ എടുക്കുന്നത്. അതായത് ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പം ആ ഡേറ്റ കളക്ട് ചെയ്തതിനെ പ്രോസസ്സ് ചെയ്ത് അതിന് വേണ്ടുന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്ത് അതിന് ലാസ്റ്റ് ഒരു ഇൻ്റർപ്രിട്ടേഷൻ എടുത്തിട്ടായിരിക്കും നമ്മുടെ പർപ്പസിന് വേണ്ടി നമ്മൾ എടുക്കുന്നുണ്ടാവുക. ഒരു ഫൈനൽ ഡിസിഷൻ അല്ലെങ്കിൽ ഒരു ഫൈനൽ കൺക്ലൂഷനിലേക്ക് വരുന്നുണ്ടാവുക അല്ലേ. അതിനാണ് നമ്മൾ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അല്ലേ. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആവറേജ് ഏജ് ഓഫ് എംപ്ലോയീസ് ഇൻ എ കമ്പനീസ് 30 years. അത് ആക്ച്വലി നമുക്ക് ഇപ്പോൾ നമ്മളൊരു ഡേറ്റ കളക്ട് ചെയ്യാൻ പോകുമായിരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പം നമുക്ക് കിട്ടുന്നുണ്ടാവുക ഡേറ്റ 30 ആയിരിക്കും, ചിലപ്പം കമ്പനിയുടെ പേര് മാത്രമായിരിക്കും. അങ്ങനെ ഒരു നമ്മൾ ഫ്രഷ് ആയിട്ട് ചെല്ലുകയല്ലേ. അങ്ങനെ പല 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 ഡേറ്റാസ് കളക്ട് ചെയ്തായിരിക്കും ഈ ഒരു പെർട്ടിക്കുലർ ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയേക്കുന്ന ഈ ഒരു ഇൻഫർമേഷനിലേക്ക് വന്നിട്ടുള്ളത് അല്ലേ. ദ ആവറേജ് ഏജ് ഓഫ് എംപ്ലോയീസ്, ഒരു കമ്പനിയിലുള്ള എംപ്ലോയീസിൻ്റെ ആവറേജ് ഏജ് എന്ന് പറയുന്നത് എത്രയാണ്, 30 ആണ് അല്ലേ. അപ്പം അതിൽ എന്തൊക്കെ കാര്യങ്ങൾ അവർ ഡേറ്റ കളക്ട് ചെയ്തിട്ടുണ്ടാവും, ആ കമ്പനിയുടെ ഫസ്റ്റ് കമ്പനി അവർ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടാവും, അതിലെത്ര എംപ്ലോയീസ് ഉണ്ടായെന്ന് നോക്കും, ഓരോരുത്തരും ഏജ് നോക്കും, ജെൻഡർ ഡേറ്റ, അതായത് ക്വാണ്ടിറ്റേറ്റീവ് ക്വാളിറ്റേറ്റീവ് ഡേറ്റ, 2 ടൈപ്പ് ഓഫ് ഡേറ്റയും വരും അല്ലേ. അത് കഴിഞ്ഞ് അവർ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഡിഫറെൻറ്റ് മെത്തേഡ്സ് യൂസ് ചെയ്യും അല്ലേ. ഇപ്പം ഈവൻ ഈ ഡേറ്റ കളക്ട് ചെയ്യാനാണെങ്കിൽ പോലും എന്ത് ചെയ്യും, അവർ ഡിഫറെൻറ്റ് ഡേറ്റാസ് അവർ യൂസ് ചെയ്തിട്ടായിരിക്കും ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ ഇൻഫർമേഷനിലേക്ക് വന്നിട്ടുണ്ടാവും അല്ലേ. ഇനി ഇതാണ് ഡെഫിനിഷനകത്ത് വരുന്നത്. ഡിഫറൻസസ് നമുക്ക് ബേസിസ് അതായത് ബേസിസ് ഡേറ്റ ഇൻഫർമേഷൻ അങ്ങനെ പറഞ്ഞൊരു 3 കോളം ആക്കി എഴുതാം. ബേസിസ് ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. ഇനി ഇല്ലെന്നാണെങ്കിൽ ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ എന്ന് വെച്ച് മാത്രം എഴുതിയാൽ മതി. നേച്ചർ വെച്ച് നോക്കുകയാണെങ്കിൽ ഡേറ്റ എന്താണ്, റോ ഡേറ്റയാണ്. ഇൻഫർമേഷൻ എന്ന് പറയുമ്പോഴത്തേക്കിന് പ്രോസസ്ഡ് ഡേറ്റേനെയാണ് നമ്മൾ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അല്ലേ. ഇനി മീനിങ് ആണെങ്കിൽ ഒരു ഡേറ്റയ്ക്ക് പ്രത്യേകിച്ച് അങ്ങനെ മീനിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല, നോ ഇൻഹെറൻറ്റ് മീനിങ്. ഇൻഫർമേഷൻ ആണെങ്കിൽ മീനിങ് ആണ് അല്ലേ. ഈ കിട്ടിയേക്കുന്ന ഡേറ്റ എല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, കളക്ട് ചെയ്ത് അതിനെ ഓർഗനൈസ് ചെയ്ത് നമ്മുടെ പർപ്പസിന് വെച്ച് അതിനെ ഓർഗനൈസ് ചെയ്ത് പ്രസൻറ്റ് ചെയ്ത് അതിനെ ഇൻ്റർപ്രിറ്റ് ചെയ്ത് ഒക്കെ എന്തെങ്കിലും ഫൈനൽ മീനിങ് ഫുൾ ഡേറ്റയാക്കി മാറ്റുന്നതാണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അല്ലേ. ഇനി യൂസ്, ഡേറ്റ നമ്മളൊരു ഇൻപുട്ട് പർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. ഇൻഫർമേഷനോ ഔട്ട്പുട്ട് ഫോർ ഡിസിഷൻസ്,
ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ ആക്ച്വലി ഒരു ഔട്ട്പുട്ടാണല്ലോ. നമ്മൾ എടുത്തേക്കുന്ന ഡേറ്റ, അതായത് ഇൻപുട്ട് ഡേറ്റ എല്ലാം എടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് വേണ്ടുന്ന രീതിയിലെല്ലാം പ്രോസസ്സ് ചെയ്ത് നമ്മളതിനെ ഒരു ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ഔട്ട്പുട്ടാണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ തൊട്ട് പഠിക്കുന്ന ഒന്നാണ് അല്ലേ, കമ്പ്യൂട്ടർ സയൻസിലൊക്കെ പഠിക്കുന്നതാണ് എന്താണ് ഡേറ്റ, ഇൻഫർമേഷൻ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. ഇനി ഫോം എന്ന് പറയുമ്പോഴത്തേക്കിനും ഡേറ്റ് എന്താവാം, നമ്പേഴ്സ് ആവാം, ടെക്സ്റ്റ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും സിമ്പിൾസ് ആവാം, എന്ത് വേണമെങ്കിലും ഒരു ഡേറ്റയ്ക്കകത്ത് വരാം. ഇൻഫർമേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അതിനൊരു സ്ട്രക്ചേർഡ് ഫോം ഉണ്ടാവും. ഈ കിട്ടിയിരിക്കുന്ന ഡേറ്റയെല്ലാം നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്ട്രക്ചേർഡ് ഫോമിൽ തന്നെ പ്രസൻറ്റ് ചെയ്യും. അപ്പോൾ ഒരു ഇൻഫർമേഷൻ എപ്പോൾ എന്തുണ്ടാവും, ഒരു സ്ട്രക്ചേർഡ് ഫോം എപ്പോഴും ഉണ്ടാവും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്റ്റുഡൻസ് മാർക്ക് എന്ന് പറയുന്ന ഒരു ഡേറ്റയാണ് അല്ലേ. ഒരു സ്റ്റുഡൻറ്റിന് ഉണ്ടാകുന്ന മാർക്സ് അതൊരു ഡേറ്റയാണ്, അതായത് ഓരോ സ്റ്റുഡൻറ്റിൻ്റെ മാർക്സ് നമ്മുടെ കയ്യിലുണ്ട്. അതേസമയം ഇൻഫർമേഷൻ എന്ന് പറയുമ്പോഴത്തേന് ഇപ്പോൾ ഓരോ സ്റ്റുഡൻസിൻ്റെ മാർക്ക് നമ്മുടെ കയ്യിലുണ്ട്, പക്ഷേ ആ ഒരു നമുക്കൊരു ഡിസിഷൻ എടുക്കണം, അതായത് ആ ക്ലാസ്സിൽ ഒരു പെർഫോമൻസ് നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ ക്ലാസ്സിൻ്റെ ആവറേജ് മാർക്ക് നമുക്ക് അറിയണം അല്ലേ. അപ്പം ഈ ഒരു ഡേറ്റ, ഈ ഓരോ സ്റ്റുഡൻസിൻ്റെ മാർക്ക് ഓരോ സബ്ജക്റ്റിന് കിട്ടുന്നതിനേക്കാൾ നല്ലത് ആവറേജ് എത്രയും നോക്കുമ്പോഴായിരിക്കും നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഒരു ക്ലാസ്സിൻ്റെ ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇൻഫർമേഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് ഇൻഫർമേഷൻ അല്ലേ. നമുക്കറിയാം ഒരു ഗുഡ് ഇൻഫർമേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തായിരിക്കും, അത് ആക്യുറേറ്റ് ആയിരിക്കണം, റെലവൻ്റ് ആയിരിക്കണം, പിന്നെ എന്താ പറയുക, കംപ്ലീറ്റ് ആയിരിക്കണം, ടൈംലിനെസ്, അങ്ങനെ നമുക്ക് കുറച്ചൊരു സെറ്റ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ എക്സാമിന് എഴുതുമ്പം ക്യാരക്ടറിസ്റ്റിക്സ് ആ പോയിൻറ്റ്സ് മാത്രം എഴുതാണ്ട് ഇപ്പം ആക്യുറേറ്റ് ആണെന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ കണ്ടോ ആക്യുറേറ്റ് ആണെന്ന് പറയുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് അത് ആക്യുറേറ്റ് ആയത്, ഒരു ജസ്റ്റ് ഒരു 1 സെൻറ്റൻസ് അതിൻ്റെ ആവശ്യമുള്ളൂ, അത് എഴുതി വെക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ തന്നേക്കുന്നത് ആക്യുറേറ്റ് തന്നിട്ടുണ്ടല്ലേ, ഫ്രീ ഫ്രം എറേഴ്സ് ആൻഡ് റിലയബിൾ, അതായത് ആക്യുറേറ്റ് എന്ന് പറയുമ്പം എറേഴ്സ് ഒന്നും ഉണ്ടാവാൻ പാടില്ല എന്നാണ് ആക്യുറേറ്റിനകത്ത് പറയുന്നത്. ഇനി റിലയബിൾ ആയിരിക്കണം, റെലവൻറ്റ്, അതായത് നമുക്കൊരു പെർട്ടിക്കുലർ പ്രോബ്ലം ഉണ്ടല്ലേ, എന്നാലും നമ്മളൊരു പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ആ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം അതിന് റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കണം നമ്മൾ കളക്ട് ചെയ്യുന്നത്, എന്നാലും നമുക്കൊരു ഗുഡ് ഇൻഫർമേഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ. അടുത്ത കംപ്ലീറ്റ്നെസ്, എല്ലാ ആവശ്യമുള്ള നെസസറി ആയിട്ടുള്ള എല്ലാ ഫാക്ട്സും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കണം. ടൈംലി, അവൈലബിൾ വെൻ നീഡഡ്, എപ്പോഴൊക്കെയാണോ നമുക്ക് ആ ഒരു ഇൻഫർമേഷൻ കൊണ്ട് ആവശ്യമില്ല അപ്പോഴെല്ലാം നമുക്കത് അവൈലബിൾ ആയിരിക്കണം. അല്ലാതെ പലയിടത്ത് അത് നിൽക്കുകയാണെങ്കിൽ എന്തായിരിക്കും, പാടായിരിക്കും അല്ലേ. എപ്പോഴാണോ നമുക്ക് ഇൻഫർമേഷൻ ആവശ്യമുള്ളത് അപ്പം നമുക്കത് അവൈലബിൾ ആയിരിക്കണം. ക്ലിയർ ആൻഡ് അണ്ടർസ്റ്റാൻഡബിൾ, ഈസി ആയിരിക്കണം, ഈസി ടു ഇൻ്റർപ്രറ്റ്, അതായത് ലാസ്റ്റ് കൺക്ലൂഷനിൽ എത്താൻ പറ്റുന്ന രീതിയിലുള്ള ഇൻഫർമേഷൻ ആയിരിക്കണം. ഇല്ലെങ്കിൽ എന്തായിരിക്കും, നമുക്ക് കറക്റ്റ് ഒരു റിസൾട്ട് എന്തായാലും കിട്ടില്ല, നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല അല്ലേ. കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കണം. വാല്യൂ ഷുഡ് നോട്ട് എക്സീഡ് ആണ് കേട്ടോ, അതായത് കോസ്റ്റ് എഫക്റ്റീവ് എന്ന് പറയുന്നത് ഷുഡ് നോട്ട് എക്സീഡ് കളക്ഷൻ കോസ്റ്റ്. അത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട്, അതായത് നമ്മൾ കളക്ട് ചെയ്യുന്ന ഡേറ്റ ഒരുപാട് എക്സ്പെൻസീവ് ആവാനായിട്ട് മതി. കോസ്റ്റ് എഫക്റ്റ്, നമുക്കൊരു പെർട്ടിക്കുലർ ബഡ്ജറ്റ് ഇട്ടിട്ടുണ്ടാവും അല്ലേ, അതിനകത്ത് നിൽക്കുന്ന രീതിയിലുള്ള ഇൻഫർമേഷൻ ആയിരിക്കും. ഇല്ലെങ്കിൽ പിന്നെയും എന്ത് ചെയ്യും, ഇതിന് ടൈം എടുക്കും, കുറച്ച് എക്സ്പെൻസീവായിട്ട് മാറും, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. കമ്പയറബിൾ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം, നമ്മളൊരു ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് എന്തെങ്കിലും ഒരു ടൈമിൽ അല്ലെങ്കിൽ ഇപ്പം ഒരു കുറച്ച് നാൾ കഴിഞ്ഞ് പിന്നെ ഈ ഒരു വർഷം കളക്ട് ചെയ്യുന്ന ഡേറ്റ, ഇപ്പം സെൻസസ് ആണെങ്കിലും സർവേ അങ്ങനെ എന്തിൻ്റെ ആണെങ്കിലും ഇപ്പോൾ ഒരു 3-4 കൊല്ലം കഴിഞ്ഞിട്ട്, ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്കിനും ഇപ്രാവശ്യത്തെ പെർഫോമൻസ്, ഇപ്പോൾ ഒരു കമ്പനിയുടെ തന്നെ എടുക്കുകയാണ്, ഇപ്പോൾ ഒരു കമ്പനിയുടെ ഒരു ഡേറ്റ കളക്ട് ചെയ്യുന്നു, അത് നെക്സ്റ്റ് ഇയർ അല്ലെങ്കിൽ ഒരു 2 to 3 years കഴിയുമ്പം നമുക്കത് കമ്പയർ ചെയ്യാൻ പറ്റണം. ആ ഒരു ബിസിനസ്സിൻ്റെ ആ കമ്പനിയിലെ ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻസ് എങ്ങനെ ഉണ്ടായിരുന്നു, ബെറ്റർ പെർഫോമൻസ് ആയിരുന്നോ, ലാസ്റ്റ് ഇയറിനെ കഴിഞ്ഞും എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഇയർ എന്നൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റണം, അതായത് കമ്പയർ ചെയ്യാനായിട്ട് പറ്റണം അല്ലേ. അപ്പോൾ ഒരു നല്ലൊരു ഗുഡ് ഇൻഫർമേഷൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ആക്യുറേറ്റ് ആയിരിക്കണം, റിലയബിൾ ആയിരിക്കണം, ടൈംലി കറക്റ്റ് ടൈമിൽ നമുക്കത് എപ്പോഴാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോഴെല്ലാം നമുക്ക് എടുക്കാനായിട്ട് പറ്റണം. ദെൻ കംപ്ലീറ്റ് ആയിരിക്കണം, ക്ലിയർ ആൻഡ് അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കണം, കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കണം, കമ്പയർ ചെയ്യാനായിട്ട് പറ്റണം, കമ്പയറബിൾ ആയിരിക്കണം. ദെൻ നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡേറ്റ വിത്ത് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ വേണേലും നമുക്ക് ചോദിക്കാം, ഡിഫറെൻറ്റ് വേയിൽ ചോദിക്കാം. ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ തന്നേക്കുന്ന ഈ ഒരു രീതി, ഓക്കെ, ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഇല്ലയെന്നാണെങ്കിൽ
പ്രൈമറി ഡേറ്റ, എക്സ്പ്ലെയിൻ പ്രൈമറി ഡേറ്റ അല്ലെങ്കിൽ സെക്കൻഡറി ഡേറ്റ ഓർ എക്സ്പ്ലെയിൻ ബോത്ത്, രണ്ടും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ചോദിക്കും. അതുപോലെ തന്നെ ചിലപ്പം ഡിഫറൻസസ് മാത്രമായിട്ട് പ്രൈമറി ഡേറ്റ ആൻഡ് സെക്കൻഡറി ഡേറ്റ മാത്രമുള്ള ഡിഫറൻസുകൾ ചോദിക്കും. പ്രൈമറി ഡേറ്റ സെക്കൻഡറി ഡേറ്റ തമ്മിലുള്ള അത് മാത്രമായിട്ട് ഡിഫറൻസ് മാത്രമായിട്ട് ചോദിക്കും. അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ചോദിക്കും. ഇപ്പോൾ ഇത് എല്ലാം കൂടെ ഒരുമിച്ചാണ്, എസ്സേ ടൈപ്പ് ആയതുകൊണ്ട് എല്ലാം കൂടെ ഒരുമിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന് ഡിഫറെൻറ്റ് വേയിൽ പല പല ടൈപ്സ് ആയിട്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് എന്ന് ചോദിക്കും. ഇനി പ്രൈമറി ഡേറ്റ സെക്കൻഡറി ഡേറ്റ ആൻഡ് എക്സ്പ്ലെയിൻ ഡിഫറൻസസ് എന്ന് ചോദിക്കും. അല്ലെങ്കിൽ പ്രൈമറി ഡേറ്റ ആൻഡ് സെക്കൻഡറി ഡേറ്റ അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എഴുതാൻ ചോദിക്കും. അല്ലെങ്കിൽ പ്രൈമറി ഡേറ്റ ആൻഡ് അഡ്വാൻറ്റേജസ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് അങ്ങനെ പല രീതിയിൽ ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 2-3 ക്വസ്റ്റ്യനുള്ള ആൻസറായി. പ്രൈമറി ഡേറ്റ എന്താ, നമ്മൾ ശരിക്കും ഒരു ഫ്രഷ് ആയിട്ട് കളക്ട് ചെയ്യുന്ന ഡേറ്റ, അല്ലെങ്കിൽ ഒറിജിനൽ സോഴ്സിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഡേറ്റയാണ് നമ്മൾ പ്രൈമറി ഡേറ്റ എന്ന് പറയുന്നത്. സെക്കൻഡറി ഡേറ്റ എന്ന് പറയുമ്പോൾ ഓൾറെഡി കളക്ട് ചെയ്തിട്ടുണ്ടാവും, അതിൽ നിന്ന് നമ്മുടെ പേർപ്പസിനനുസരിച്ച് നമ്മൾ കളക്ട് ചെയ്യുന്ന ഡേറ്റയാണ് നമ്മൾ നമ്മുടെ ആവശ്യം നമ്മൾ എടുക്കുന്നതിനാണ് നമ്മൾ സെക്കൻഡറി ഡേറ്റ എന്ന് പറയുന്നത്. അതായത് ഓൾറെഡി അത് അവൈലബിൾ ആയിരിക്കും ആ ഒരു ഡേറ്റ. ഓക്കെ, ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ സ്പെസിഫിക്, പ്രൈമറി ഡേറ്റ സ്പെസിഫിക് ടു ദ പേർപ്പസ്, അതായത് നമ്മുടെ ആ ഒരു പേർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ കളക്ട് ചെയ്യുന്ന ഡേറ്റ ആയിരിക്കും. അതുപോലെ അപ് ടു ഡേറ്റ് ആയിരിക്കും, നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ പേർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ കളക്ട് ചെയ്യുന്നത് കൊണ്ട് അന്നേരം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ നമുക്ക് കിട്ടും അല്ലേ. അപ് ടു ഡേറ്റ് ആയിരിക്കും, മോർ ആക്യുറേറ്റ് ആയിരിക്കും. പിന്നെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ അത് കുറച്ച് ടൈം കൺസ്യൂമിങ് അല്ലേ, കാരണം നമ്മൾ ഫ്രഷ് ആയിട്ട് കളക്ട് ചെയ്യുന്ന ഡേറ്റയാണ്, അപ്പോൾ കുറച്ച് ടൈം എടുക്കും. അതുപോലെ തന്നെ എക്സ്പെൻസീവും ആണ്. ഓക്കെ, ഇനി അടുത്ത സെക്കൻഡറി ഡേറ്റ എന്ന് പറയുമ്പോഴത്തേക്കിന് ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലേ, ഓൾറെഡി ഉണ്ടായിരുന്ന ഡേറ്റയാണ്, നമ്മുടെ പേർപ്പസിനനുസരിച്ച് നമ്മൾ അതിനെ കളക്ട് ചെയ്യുമായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഫ്രഷ് അല്ല, ഓൾറെഡി കളക്റ്റഡ് ഡേറ്റ ആയിരിക്കും. അപ്പം അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോഴത്തേക്കിന് എന്താണ്, ഈസിലി അവൈലബിൾ ആണ്, കാരണം ഓൾറെഡി കളക്ട് ചെയ്ത ഡേറ്റയാണ് അല്ലേ, ഈസിലി അവൈലബിൾ ആയിരിക്കും. സോ ടൈമും കുറവായ, നമുക്ക് ടൈം കൺസ്യൂമിങ്ങും ആയിരിക്കും, അതുപോലെ തന്നെ കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും. അത്രയും കോസ്റ്റ്ലി പ്രൈമറി ഡേറ്റയുടെ എടുക്കുന്നതിൻ്റെ അത്രയും കോസ്റ്റും ടൈമും വേണ്ടി വരില്ല. ടൈം കൺസ്യൂമിങ് അല്ല, ടൈം സേവ്സ് ടൈം. ഓക്കെ, അതുപോലെ തന്നെ കോസ്റ്റ് എഫക്റ്റീവും ആയിരിക്കും. ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റാണ്, പ്രൈമറി ഡേറ്റയുടെ നേരെ ഓപ്പോസിറ്റാണ്. അതായത് ഇപ്പം പ്രൈമറി ഡേറ്റ എന്ന് പറയുമ്പോൾ അപ്ഡേറ്റഡ് ആയിരിക്കും അല്ലേ, അപ് ടു ഡേറ്റ് ആയിരിക്കും. പക്ഷേ സെക്കൻഡറി ഡേറ്റയുടെ എന്ന് പറയുമ്പോഴത്തേക്കിനും അത് മേ ബി ഔട്ട്ഡേറ്റഡ് ആവാൻ ചാൻസ് ഉണ്ട് അല്ലേ. ആ ഒരു ടൈം കഴിയുമ്പോഴത്തേക്കിനും ചിലപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡറി ഡേറ്റ ചിലപ്പോൾ നമുക്ക് അതിന് തന്നെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഡേറ്റ എന്ത് ചെയ്യും, ഒന്നും കൂടെ കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അതൊരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഡേറ്റ ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. നോട്ട് സ്പെസിഫിക് ടു കറണ്ട് നീഡ്സ്, ചിലപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ ആയിരിക്കണം എന്നില്ല. ഇന്നാക്യുറസിക്ക് ചാൻസും ഉണ്ട്. നേരെ ഓപ്പോസിറ്റാണ് അല്ലേ. പിന്നെ ഇങ്ങനെയും ചോദിക്കാം. ഇതിനെ കുറച്ചും കൂടെയൊക്കെ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് പോയിൻറ്റ്സ് മാത്രം ലൈവിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിൻറ്റ്സ് മാത്രമേ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. എക്സാമിന് എഴുതുമ്പം ഇതെല്ലാം കുറച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക കേട്ടോ. ഈ ഒറ്റ സെൻറ്റൻസ് ആക്കി എഴുതണം. അതായത് മേ ബി ഔട്ട്ഡേറ്റഡ് എന്ന് പറഞ്ഞ് ആ ഒരു മേ ബി ഔട്ട്ഡേറ്റഡ് ഒറ്റ സെൻറ്റൻസ് ആക്കി എഴുതാം. ഇല്ലെങ്കിൽ മേ ബി ഔട്ട്ഡേറ്റഡ്, അതായത് മേ ബി ഔട്ട്ഡേറ്റഡെന്നോ അല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് എന്ന് പറഞ്ഞ് എഴുതിയിട്ട് ഒരു സെൻറ്റൻസ് ഇവിടെ കൊടുത്താൽ മതി. ഇനി എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് പ്രസൻറ്റിങ് ഡേറ്റ. ഡേറ്റ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് അല്ലേ. അത് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഒരു അത്യാവശ്യം ഒരു എസ്സേ ടൈപ്പൊക്കെ അത്യാവശ്യം എഴുതാനുള്ളൊരു ടോപ്പിക്കാണ് അല്ലേ. സെയിം പ്രൈമറി ഡേറ്റയൊക്കെ അത്യാവശ്യം എഴുതാനുണ്ട്. പിന്നെ ഈ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഇങ്ങനെ എഴുതിയിരിക്കുന്നത് തന്നെ കുറച്ച്
തമ്മിലുള്ള അതായത് ഡിഫറൻസും കൂടെ ചോദിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ അതായത് പ്രൈമറി ഡേറ്റയ്ക്കും സെക്കൻഡറി ഡേറ്റയ്ക്കും വേണ്ടിയിട്ടുള്ള ഡിഫറൻസസ് വേണ്ടിയിട്ട് ഞാൻ ഈ പോയിൻറ്റ്സ് അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജസും ആഡ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റിൽ കുറച്ചും കൂടെയൊക്കെ പോയിൻറ്റ്സ് ഉണ്ടെന്ന് തോന്നുന്നു, അല്ല ഉണ്ട്. ഇനി മെത്തേഡ്സ് ഓഫ് പ്രസൻറ്റിംഗ് ഡേറ്റ ഏതൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് വൺ ടെക്സ്ച്വൽ പ്രസൻറ്റേഷൻ, അതായത് ഇൻവേഴ്സിലായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ഡേറ്റയെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ടാവുക. ഇനി ടാബുലർ പ്രസൻറ്റേഷൻ എന്ന് പറയുമ്പോൾ റോസ് ആൻഡ് കോളംസ്, അതായത് നമ്മൾ എന്താ പറയുക ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനൊക്കെ എടുക്കത്തില്ലേ, അത് ടാബുലർ പ്രസൻറ്റേഷൻ. പിന്നെ ഡയഗ്രമാറ്റിക് പ്രസൻറ്റേഷൻ നമുക്കറിയാമല്ലോ അല്ലേ, ബാർ ഡയഗ്രാം, പൈ ചാർട്ട്, പിന്നെ ഹിസ്റ്റോഗ്രാം ഒക്കെ എടുക്കുന്നത്. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്കിനും സെയിം ഫ്രീക്വൻസി പോളിഗൺ ഒബ്ജീവ്സ് ഒക്കെ വെച്ചിട്ട് ലൈൻ ഡയഗ്രാംസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. മെയിനായിട്ടും ഫ്രീക്വൻസി പോളിഗൺസ് ഒബ്ജീവ്സ് ഒക്കെ ആണല്ലോ അല്ലേ ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇനി ഇപ്പോൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്, നമ്മുടെ ഓരോ ഏത് ടൈപ്പ് ഓഫ് ഡേറ്റയാണോ അതിനനുസരിച്ച് എന്ത് ചെയ്യുക, നമുക്ക് ഏത് ടൈപ്പ് ഓഫ് ഡേറ്റയാണോ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള അതിനനുസരിച്ച് എന്ത് ചെയ്യും, പ്രസൻറ്റേഷനും മാറും. ഓക്കെ, ഈ ഡിഫറെൻറ്റ് ടൈം മെത്തേഡ്സ് ഓഫ് പ്രസൻറ്റിംഗ് ഡേറ്റ ചോദിക്കുമ്പം ചോദിക്കുമ്പം ഇത് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യുക. ടെക്സ്റ്റ് പ്രസൻറ്റേഷൻ അതിന് പേര്, ടാബുലർ പ്രസൻറ്റേഷൻ എന്താണ്, ഡയഗ്രമാറ്റിക് പ്രസൻറ്റേഷൻ ആണ്, ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. അതിലൂടെ അതിൻ്റെ ടൈപ്സും എക്സ്പ്ലെയിൻ ചെയ്യുക കേട്ടോ. ബാർ ഡയഗ്രാം എന്താണ്, പൈ ചാർട്ട് എന്താണ്, അങ്ങനെ 1 by 1 എക്സ്പ്ലെയിൻ കൂടെ ചെയ്യാം. ഇനി ഡിസ്ക്രൈബ് ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ ഓഫ് ഡേറ്റ, അതായത് ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ ഓഫ് ഡേറ്റയുടെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും അല്ലേ. അപ്പം എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്? മെയിനായിട്ടും ഒരു ഗ്രാഫ് നമുക്ക് തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടി ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡബിൾ ആണ് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇപ്പം ഓരോ ചേഞ്ച്, ഓരോ ടൈമിലെ ഓരോ പീരീഡിൽ ചേഞ്ച് ഒക്കെ അറിയണം, പീരീഡ് ഓഫ് ടൈം, അത് ഓരോ ടൈമിൽ ചേഞ്ചസ് അറിയണമെന്നുണ്ടെങ്കിൽ ഗ്രാഫാണ് കുറച്ചുകൂടെ നല്ലത്. അതായത് ഈ ഒരു 2024 to 2025 ഒരു കമ്പനിയുടെ ഓപ്പറേഷൻസ് എങ്ങനെയായിരുന്നു, നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം നെക്സ്റ്റ് ഇയർ വരുമ്പോൾ 2023 to 24 ഇത്രയായിരുന്നു, 24 to 25 ഇത്രയാണ്, ഇനി നെക്സ്റ്റ് ഇയറിലേക്ക് വരുമ്പം എങ്ങനെയായിരിക്കും, നമുക്കൊരു അനാലിസിസ് ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ പോകുന്ന നമുക്ക് അങ്ങനെ ഒരു ഹെൽപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കൊണ്ട് നമുക്കുണ്ട്. ഇനി ഹൈലൈറ്റ്സ് ട്രെൻഡ്സ് ആൻഡ് പാറ്റേൺസ്, അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിൻ്റെ കമ്പാരിസണിൽ തന്നെ ഞാൻ പറഞ്ഞു ഹൈലൈറ്റ്സ് ട്രെൻഡ്സ് ആൻഡ് പാറ്റേൺസ് അല്ലേ. അത് ഓരോ പീരീഡ് ഓഫ് ടൈമിലെ ട്രെൻഡ്സ് എന്തായിരുന്നു, ഏത് രീതിയിലായിരുന്നു, എങ്ങനെയായിരുന്നു. ഇപ്പം ഓരോ ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻ അല്ലെങ്കിൽ നമ്മളൊരു ഇപ്പോൾ ഈവൻ ഒരു ബിസിനസ് നടത്തുമ്പം തന്നെ നമുക്കറിയാമല്ലേ, ഓരോ ടൈമിലും ഓരോ പീരീഡിലും ഓരോ രീതിയിലായിരിക്കും, പല പല ചേഞ്ചസ് ഉണ്ടാകും ഓരോ ഇയറിലും അല്ലെ, പുതിയ പുതിയ പോളിസീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യും അല്ലേ. അപ്പം ആ ഓരോ ഇയറിലും അത് എങ്ങനെയായിരുന്നു ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് ഗുണമുണ്ടോ, എങ്ങനെയാണ് ഇനി ഫ്യൂച്ചറിൽ നമുക്കിത് തന്നെ കണ്ടിന്യൂ ചെയ്യണോ, അല്ലെങ്കിൽ നമുക്ക് പുതിയ എന്തെങ്കിലും പോളിസീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യണോ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നമുക്ക് അറിയാനായിട്ട് പറ്റും. ഇനി ഇതിന് ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് ചിലപ്പം ഈ ഒരു ഡേറ്റയെ മൊത്തത്തിൽ അങ്ങ് സിംപ്ലിഫൈ ചെയ്ത് മാറ്റും അല്ലേ. അതായത് നമുക്ക് ചിലപ്പോൾ അത് നമുക്ക് തന്നേക്കുന്ന ഡേറ്റേനെ ഓവർ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൽ നിന്നൊരു ഡിസിഷൻ മേക്കിങ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് മാറും. അതുപോലെ റിക്വയർ സ്കിൽ ടു പ്രിപ്പയർ ആക്യുറേറ്റ്ലി, അതെ ഇപ്പോൾ അത്യാവശ്യം ഒരു സ്കില്ല് വേണം അല്ലെ, ഒരു സ്റ്റാറ്റിസ്റ്റിക്സും അല്ലെങ്കിൽ QT അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരെ കൊണ്ട് മാത്രമേ, ആ ഒരു സ്കില്ലുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ട് എടുക്കാനായിട്ട് പറ്റുള്ളൂ അല്ലേ. നോട്ട് സ്യൂട്ടബിൾ ഫോർ ഹൈലി ഡീറ്റെയിൽഡ് ഡേറ്റ, അതായത് ഒരുപാട് ഹൈലി ഡീറ്റെയിൽഡ് ഡേറ്റയ്ക്കൊന്നും എന്ത് ചെയ്യില്ല, ഈ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇതിത്രയായിരുന്നു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡേറ്റയുടെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. അപ്പോൾ ഒരു എക്സാമിന് ചോദിക്കുമ്പം ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അതായത് എക്സ്പ്ലെയിൻ, നമ്മുടെ ഇപ്പോൾ 4th ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് ഡിഫറെൻറ്റ് മെത്തേഡ്സിനകത്ത് സെയിം എല്ലാത്തിനെയും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും കൂടി ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ മാർക്സ് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ്. സെൻട്രൽ ടെൻഡൻസിയും അതുപോലെ അതിൻ്റെ കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുക, ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറയാം, അതും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം.
ഓക്കെ, സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുമ്പോഴത്തേക്കിന് എന്താണ്, റെഫേഴ്സ് ടു സിംഗിൾ വാല്യൂ ദാറ്റ് റെപ്രസെൻറ്റ്സ് എ സെൻറ്റർ ഓർ ടിപ്പിക്കൽ വാല്യൂ ഓഫ് എ ഡേറ്റ സെറ്റ്. നമുക്കൊരു പർട്ടിക്കുലർ ഡേറ്റ സെറ്റ് തന്നിട്ടുണ്ട്, അതിൽ സെൻറ്റർ അല്ലെങ്കിൽ ഒരു മിഡിൽ വാല്യൂ അല്ലേ കണ്ടുപിടിക്കാനുള്ള അത് റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഡേറ്റ സെറ്റിൻ്റെ സെൻറ്റർ വാല്യൂ അല്ലെങ്കിൽ ടിപ്പിക്കൽ വാല്യൂവിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു സിംഗിൾ വാല്യൂ, അതിനെയാണ് നമ്മൾ സെൻട്രൽ ടെൻഡൻസി എന്ന് അല്ലെങ്കിൽ മിഡിൽ വാല്യൂ എന്നൊക്കെ പറയില്ലേ. ആ മെത്തേഡിനെയാണ് നമ്മൾ സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്, കോൺസെപ്റ്റിനെയാണ് പറയുന്നത്. ഇനി മേജർ മെഷേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്കറിയാലോ, മീൻ, മോഡ്, മീഡിയൻ. അപ്പം കോൺസെപ്റ്റ് സെൻട്രൽ ടെൻഡൻസി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുമ്പോഴത്തേക്കിനും സെൻട്രൽ ടെൻഡൻസി എന്താണെന്ന് എഴുതുക, മീൻ, മീഡിയം, മോഡ്, ടൈപ്സ്, കോമൺ മെഷേഴ്സ് എഴുതുക, ടൈപ്സ് എഴുതുക, മീൻ, മീഡിയം, മോഡ് എന്താണെന്നും കൂടെ എഴുതുക, ഇമ്പോർട്ടൻസ് എഴുതുക, അതിൻ്റെ കൂടെ മീൻ എന്താണ്, മീഡിയൻ എന്താണ്, മോഡ് എന്താണെന്നും കൂടെ ആഡ് ചെയ്യുക. ഓക്കെ, ഇനി ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ സിംപ്ലിഫൈസ് ലാർജർ ഡേറ്റ അല്ലേ, ഒരുപാട് ഡേറ്റ നമുക്കുണ്ട്, അതിനെ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും, കമ്പാരിസന് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഫോർകാസ്റ്റിംഗ്, ഹെൽപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഫോർകാസ്റ്റിംഗ്. ഇനി അടുത്തത് ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ കമ്പയർ മീൻ, മീഡിയൻ ആൻഡ് മോഡ് വിത്ത് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. അതായത് ഇപ്പം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, അതായത് ഇപ്പം മീൻ, മീഡിയൻ, മോഡ് കമ്പയർ ചെയ്യാം, മെറിറ്റ്സും ഡിമെറിറ്റ്സും വെച്ചിട്ട് മീൻ, മോഡ്, മീഡിയനെ കമ്പയർ ചെയ്യാൻ പറയുമ്പോഴത്തേക്കിനും ആദ്യമേ മീൻ എന്താണ്, മീഡിയൻ എന്താണ്, മോഡ് എന്താണെന്ന് ഫസ്റ്റ് എഴുതുക, അത് കഴിഞ്ഞിട്ട് വേണം കമ്പാരിസൺ. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കുമ്പോഴത്തേക്കിനും മീൻ എന്താണ്, അരിത്തമെറ്റിക് ആവറേജ് അല്ലേ, ഒരു അരിത്തമെറ്റിക് മീൻ, ജോമെട്രിക് മീൻ, ഹാർമോണിക് മീൻ. ഓക്കെ, ഈ മീൻ ഒക്കെ എഴുതുന്ന സമയത്ത് ടൈപ്സും കൂടെ എഴുതണം കേട്ടോ. അപ്പം അരിത്തമെറ്റിക് ആവറേജ് ആണ് മീൻ എന്ന് പറയുന്നത്. അവിടെ ഇതിനകത്ത് മെറിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, യൂസസ് ഓൾ വാല്യൂസ്, എല്ലാ വാല്യൂസിനെയും യൂസ് ചെയ്യും, പക്ഷേ എക്സ്ട്രീം വാല്യൂസിനെ കൊണ്ട് എന്ത് ചെയ്യും, എഫക്റ്റഡ് ആവും അല്ലേ. നമ്മൾ ഓൾറെഡി ഇവിടെ ഒരു MCQ നമ്മൾ ഇന്നലെ നോക്കിയപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതേ സെയിം ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്തായാലും ചോദിച്ചിട്ടുണ്ട് MCQസിൽ അല്ലേ. എല്ലാ വാല്യൂസും യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ എന്ത് എക്സ്ട്രീം വാല്യൂസ് കൊണ്ട് എന്ത് ചെയ്യുന്നത്, എഫക്റ്റഡ് ആവുന്നുണ്ട് അല്ലേ. ഇനി മീൻ എന്താണ്, അല്ല മീഡിയൻ എന്താണ് നമുക്കറിയാം, മിഡിൽ വാല്യൂ ആണല്ലേ. ഇത് ജസ്റ്റ് ആ കീ പോയിന്റ് മാത്രമാണ് പറയുന്നത്, എഴുതുമ്പോൾ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം കേട്ടോ. അൺഅഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂസ് കൊണ്ട് അഫക്റ്റഡ് ആവത്തില്ല മീഡിയൻ, പക്ഷേ ചില ഡേറ്റേഴ്സിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇഗ്നോർ ചെയ്യേണ്ടിയിട്ട് വരും. ഇനി മോഡ് എന്ന് പറയുമ്പോഴത്തേന് മോസ്റ്റ് ഫ്രീക്വൻറ്റ് വാല്യൂ, അതായത് മോസ്റ്റ് ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്ന വാല്യൂ ആണല്ലോ നമ്മൾ മോഡിനകത്ത് എടുക്കുന്നത്. അതിൻ്റെ ഡിമെറിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കിന് എന്താ, ഈസി ടു അണ്ടർസ്റ്റാൻഡ്, നമുക്ക് കുറച്ച് മനസ്സിലാക്കാൻ കുറച്ച് എളുപ്പമാണ്, പക്ഷേ മേ നോട്ട് ബി യുണീക്ക് ആവണം എന്ന് ഇല്ല. കമ്പയർ ചെയ്യുമ്പോൾ എന്ന് പറയുമ്പം ബെറ്റർ ഏതാണ് എന്നാണ് ചോദിക്കുന്നത് അല്ലേ. ഇപ്പം മീനാണോ, മീഡിയൻ ആണോ, മോഡാണോ എന്നാണ് പറഞ്ഞത്, അതായത് ഏതാണ് ഏറ്റവും ബെറ്റർ, കമ്പാരിസൺ ആണ് നടത്താൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറയുമ്പോഴത്തേക്കിന് എന്താ വേണ്ടത്, എക്സാമിന് ചോദിക്കുമ്പം നേരത്തെ പറഞ്ഞ മീൻ, മീഡിയം, മോഡ് എഴുതുക, അതിൻ്റെ കൂടെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് വെച്ച് നോക്കുക, എന്നിട്ട് വേണം കമ്പാരിസൺ, ഇതിലേതിലും ഏതാണ് ബെറ്റർ എന്നുള്ളത്. പക്ഷെ നമുക്ക് ഏതാണ് ബെറ്റർ എന്ന് പറയാൻ പറ്റില്ല അല്ലേ. മീനാണെങ്കിലും മീഡിയൻ ആണെങ്കിലും മോഡാണെങ്കിലും പല ഡേറ്റ ടൈപ്പിനനുസരിച്ചാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഡിസ്ട്രിബ്യൂഷൻ അതൊക്കെ നോക്കിയിട്ടാണ് ഇത് ഏത് യൂസ് ചെയ്യണം എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ പർപ്പസ് എന്താണോ അതിനനുസരിച്ച്. അപ്പോൾ നമ്മളൊരു കൺക്ലൂഷനിൽ എത്തുമ്പോൾ, കമ്പയർ ചെയ്യുമ്പോൾ കൺക്ലൂഷൻ എത്തുമ്പോൾ ഈ ഒരു സെൻറ്റൻസ് എഴുതുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ആൻസർ കംപ്ലീറ്റ് ആവും. അതായത് ചോയ്സ് ഡിപ്പെൻഡ്സ് ഓൺ പർപ്പസ്, ടൈപ്പ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അത് കുറച്ചും കൂടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതുക. അപ്പം കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഏത് മീഡിയൻ എടുക്കണം എന്നുള്ളത്, ആ ഒരു ഡേറ്റ ടൈപ്പ് എങ്ങനെയാണ്, നമ്മുടെ പർപ്പസ് എന്താണ്, ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് എന്നനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു മെയിനാണല്ലോ ഈ മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് ഡിസ്പേർഷൻ ആൻഡ് ഇറ്റ്സ് ടൈപ്സ്. ഡിസ്പേർഷൻ എന്താണെന്നുള്ളതും അതുപോലെ തന്നെ ടൈപ്സ് എന്താണെന്ന് നമ്മളിവിടെ പറഞ്ഞൊരു സെൻട്രൽ ടെൻഡൻസിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഡിസ്പേർഷൻ എക്സ്പ്ലെയിൻ ചെയ്യുക, അതുപോലെ തന്നെ അതിൻ്റെ ടൈപ്സും എക്സ്പ്ലെയിൻ ചെയ്യാം. ഡിസ്പേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മെഷേഴ്സ്, അതായത് ഒരു ഡേറ്റ സെറ്റിലുള്ള വേരിയബിൾസിൻ്റെ വേരിയബിലിറ്റിയും അതുപോലെ തന്നെ അതിൻ്റെ സ്പ്രെഡ് അതെങ്ങനെയാണെന്ന് മെഷർ ചെയ്യുന്നതാണ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത് അല്ലേ. അതിൻ്റെ ടൈപ്സ് എന്ന് പറയുമ്പോൾ റേഞ്ച്, ക്വാർട്ടൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡ് ഡീവിയേഷൻ അല്ലേ. റേഞ്ച് എന്താണെന്ന് അറിയാം, ഒരു മാക്സിമം മിനിമം വാല്യൂസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് റേഞ്ച് എന്ന് പറയുന്നത്. ക്വാർട്ടൽ എന്ന് പറയുമ്പോഴത്തേക്കിനും ഒരു തന്നേക്കുന്ന ഡേറ്റ സെറ്റ് മിഡിൽ 50% അല്ലേ. ഇനി മീൻ ഡീവിയേഷൻ എന്ന് പറയുമ്പോഴത്തേക്കിനും ആവറേജ് അബ്സല്യൂട്ട് ഡീവിയേഷൻ ഫ്രം
മീഡിയ നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസം നമ്മൾ ഇപ്പം നേരത്തെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, MCQs ഡിസ്കസ് ചെയ്തപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പറയുന്നുണ്ടായിരുന്നു അല്ലേ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ സ്ക്വയർ റൂട്ടാണ് അല്ലേ, സ്ക്വയർ റൂട്ട് ഓഫ് ആവറേജ് സ്ക്വയർ ഡീവിയേഷൻ അല്ലേ, ആവറേജ് ഡീവിയേഷൻ സ്ക്വയർ റൂട്ട്. അപ്പം ഇതൊക്കെ ജസ്റ്റ് ലൈവിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ലൈവിൽ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ പോയിൻറ്റ്സ് മാത്രം ആഡ് ചെയ്തിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഇത് വലിയൊരു ഹോൾ സെൻറ്റൻസ് തരേണ്ടി വരും. ഞാൻ എന്തായാലും ഇതിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാനായിട്ട് പറയാം. അതുപോലെ മാക്സിമം അതുപോലെ പഠിക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഈ എക്സ്പ്ലനേഷൻ, ഈ ഓരോ ക്വസ്റ്റ്യൻ്റെയും എക്സ്പ്ലനേഷൻ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം PDF ആയിട്ട്. ഇതിപ്പോൾ ലൈവിലായത് നമുക്ക് അത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്ന ടൈം ഇല്ലാത്തതുകൊണ്ടാണ് പോയിന്റ് ബൈ പോയിന്റ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി ഷോർട്ട് നോട്ട്സ് ഓൺ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. അതായത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എല്ലാത്തിനും ഷോർട്ട് നോട്ട് എഴുതാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. അതായത് എന്താണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതും അതിൻ്റെ പോയിൻറ്റ്സ്, ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യുക, ആ ഷോർട്ട് നോട്ട്സിൽ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ മാത്രം പഠിച്ചിട്ട് പോകരുത്, പഠിക്കുമ്പം പോയിസൺ കൂടെ പഠിക്കുക, അതുപോലെ തന്നെ നോർമലും കൂടെ പഠിക്കുക. ഓക്കെ, ചിലപ്പം ഇത് മൂന്നും കൂടെ ചോദിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടും ചോദിക്കും. എന്താണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ? ദിസ് എക്സ്പെരിമെൻറ്റ് കൺസിസ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ട്രയൽസ് വെയർ ഈച്ച് ട്രയൽ ഈസ് വിത്ത് എ ഫെയിലിയർ ഓഫ് സക്സസ് അല്ലേ. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിരിക്കും. അതുപോലെ തന്നെ സക്സസ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ P ആൻഡ് ദ ഫെയിലിയർ വിൽ ബി 1 - POQ. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിലുള്ള ഓരോ ട്രയലിനും നമ്മൾ ബൈനോമിയൽ ട്രയൽ എന്നാണ് പറയുന്നത് അല്ലേ. ഓക്കെ, ഇതൊക്കെയാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഒരു ഷോർട്ട് നോട്ട്സ് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടത്. ഇനി പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആകുമ്പോൾ അത് എഴുതുക, നോർമൽ ആകുമ്പോൾ എഴുതുക. പക്ഷേ ഇത് ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ എഴുതേണ്ടത്. അതേസമയം അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുമ്പോഴത്തേന് കുറേ കൂടെയൊക്കെ പോയിൻറ്റ്സ് ആഡ് ചെയ്ത് എഴുതാം. നോട്ട്സ് തരുമ്പം ഇങ്ങനെയല്ല കേട്ടോ, കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. എങ്ങനെയാണോ എക്സാമിന് എഴുതേണ്ടത് അതേ വേയിൽ തന്നെ തരാം. ഇനി അടുത്ത് ഡിഫൈൻ കോറിലേഷൻ ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് ടൈപ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലേ കോറിലേഷൻ്റെ ടൈപ്സും അതിൻ്റെ കോറിലേഷൻ എന്താണെന്നുള്ളത്. കോറിലേഷൻ എന്ന് പറയുമ്പോഴത്തേക്കിന് എന്താണ്, രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള ഡിഗ്രി ആൻഡ് ഡയറക്ഷൻ ഓഫ് റിലേഷൻ. അതായത് രണ്ട് വേരിയബിൾസ്, ഇപ്പോൾ എക്സ് ആൻഡ് വൈ എന്ന് പറയുന്ന രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ലേ, അതിൻ്റെ ഡിഗ്രി ആൻഡ് ഡയറക്ഷൻ. അതിനെ മെഷർ ചെയ്യുന്നതിനെയാണ് നമ്മൾ കോറിലേഷൻ എന്ന് പറയുന്നത്. കോറിലേഷൻ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് കോറിലേഷൻ ഉണ്ട്, നെഗറ്റീവ് കോറിലേഷൻ ഉണ്ട്, നോ കോറിലേഷൻ ഉണ്ട്. പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, രണ്ട് വേരിയബിൾസും ഒരേ ഡയറക്ഷനിലായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, മൂവ് ചെയ്യുന്നുണ്ടാവുക. നെഗറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്കിനും വേരിയബിൾസ് ഇങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും മൂവ് ചെയ്യുന്നുണ്ടാവുക. നോ കോറിലേഷൻ എന്ന് പറയുമ്പോഴത്തേക്കിനും റിലേഷൻഷിപ്പ് ഒന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇനി അടുത്തത് എക്സ്പ്ലെയിൻ കാൾപേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ വിത്ത് ദ ഫോർമുല. ഓക്കെ, ഈ കാൾപേഴ്സൺസ് കോഎഫിഷ്യൻ്റ് അതുപോലെ സ്പേഴ്സ്മാൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും അതിനകത്ത് ഫോർമുലാസ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കേസിലെല്ലാം ഡിഫൈൻ ചെയ്യാൻ പറയുവാണെങ്കിലും ഫോർമുലാസും കൂടെ ഇൻക്ലൂഡ് ചെയ്യുക ചിലപ്പോൾ മാർക്കൊക്കെ സ്കോർ ചെയ്യാനായിട്ട് കുറച്ചും കൂടെയൊക്കെ, അതായത് ഒരു ഇമ്പ്രഷൻ ഉണ്ടാക്കാം. ആ ഒരു രീതിയിലൊക്കെ ചോദിക്കുമ്പോൾ മെത്തേഡ്സൊക്കെ ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് എന്താണെന്ന് പറഞ്ഞ് എഴുതി പോവാണ്ട് ഫോർമുലയും കൂടെ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കുക. പക്ഷെ തെറ്റിക്കരുത് കേട്ടോ, ഫോർമുലാസ് ഒന്നും മാറിപ്പോകരുത്. ഓക്കെ, അപ്പോൾ എന്താണ് കാൾപേഴ്സൺസ് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് മെഷേഴ്സ് ദ സ്ട്രെങ്ത് ആൻഡ് ഡയറക്ഷൻ ഓഫ് ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ് എക്സ് ആൻഡ് വൈ. ഇക്വേഷൻ ഇതാണ് വരുന്നുണ്ടാവുക. എന്താണ്, ഇപ്പം എക്സ് ആൻഡ് വൈ ആകുമ്പോഴത്തേക്കിനും RXY എന്ന് പറയുന്നത് സിഗ്മ x minus x bar into y minus y bar whole divided by root sigma x minus x bar the whole square into root sigma y minus y bar the whole square. Okay, ചിലപ്പം ഈ ഇക്വേഷൻ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ ചോദിക്കും. അതിനകത്തൊരു
എന്താണ് അത് ഓരോ വേരിയബിളിനെയും എക്സ്പ്ലെയിൻ ചെയ്ത്, അപ്പം അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനും എന്ത് ചെയ്യുക, എന്താണ് അതായത് കാൽപേഴ്സൺസ് മെത്തേഡ് എന്താണെന്ന് എഴുതുക, അതിൻ്റെ ഫോർമുല എഴുതുക, അതിൻ്റെ ഫീച്ചേഴ്സ് എഴുതുക, എല്ലാം എഴുതുക. ഓക്കെ, വാല്യൂ എന്തായിരിക്കും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ, റേഞ്ചസ് ഫ്രം -1 to +1. പോസിറ്റീവ് വാല്യൂ indicates direct relationship, negative value indicates inverse relationship, 0 indicates no linear correlation. ഇനി ഈ അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് കോറിലേഷൻ അനാലിസിസ് ഇൻ ബിസിനസ്. അതായത് ഏതൊക്കെ ഏരിയയിലാണ് കോറിലേഷൻ അനാലിസിസ് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, മാർക്കറ്റ് റിസർച്ച്. അതായത് മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുമ്പോഴത്തേക്കിനും ഇപ്പം ഒരു കമ്പനിയിൽ വരുമ്പോഴത്തേക്കിനും അഡ്വർടൈസ്മെൻറ്റ് എത്ര സ്പെൻഡ് ചെയ്തു, അതുപോലെ എത്ര സെയിൽസ് വന്നു, അങ്ങനെ ഒരു കമ്പാരിസൺ എടുക്കാനായിട്ട് അവർ അതിന് തമ്മിലുള്ള അതായത് സ്റ്റഡി ചെയ്യാനായിട്ട് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്കറ്റ് റിസർച്ച് എടുക്കാം. മാർക്കറ്റ് റിസർച്ചിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഫിനാൻസിലും അതുപോലെ തന്നെ, അതായത് സ്റ്റോക്ക് പ്രൈസും എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സും തമ്മിലുള്ള കോറിലേഷൻ എടുക്കാൻ പറ്റും. ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുമ്പോഴത്തേക്കിന് എന്താ മെയിനായിട്ട് മെഷീനും അതുപോലെ തന്നെ എങ്ങനെയാണ് ഡിഫക്ട്സ് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അല്ലേ. പിന്നെ HR ആണെങ്കിലും സെയിം, അസോസിയേഷൻ ബിറ്റ്വീൻ ട്രെയിനിങ് അവേഴ്സ് ആൻഡ് പ്രൊഡക്ടിവിറ്റി. അതായത് ബിസിനസ്സിൽ ഏതൊക്കെ ഏരിയയിൽ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഈ 3-4 ഏരിയയിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം, പിന്നെ ഡിഫറെൻറ്റ് ഏരിയസിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. മെയിനായിട്ടും ഇത് എഴുതിയാൽ മതി കേട്ടോ. ഇനി ഡിഫൈൻ ഇൻഡെക്സ് നമ്പേഴ്സ് ആൻഡ് ദെയർ യൂസസ്. ഇൻഡെക്സ് നമ്പേഴ്സ് എന്താണെന്നും അതിൻ്റെ യൂസസ് എന്താണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മൾ പറഞ്ഞു എന്താണ്, മെഷേഴ്സ് ചേഞ്ചസ് ഇൻ വേരിയബിൾ ഓർ ഗ്രൂപ്പ് ഓഫ് വേരിയബിൾസ് ഓവർ ടൈം. ഇത് ഓരോ ടൈമിലും ഓരോ വേരിയബിളിനോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് വേരിയബിൾസ് ഉണ്ടാകുന്ന ചേഞ്ചസ്, അതിനെയാണ് നമ്മൾ ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പം എവിടെയൊക്കെ ഇൻഡെക്സ് നമ്പേഴ്സ് യൂസ് ചെയ്യാമെന്നാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് വൺ, പ്രൈസ് ലെവൽ ചേഞ്ചിന് ട്രാക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യും. CPI WPI ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ എക്കണോമിക് പെർഫോമൻസ് മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ റീജിയണൽ ടെമ്പറൽ ഡേറ്റ, അതായത് ഓരോ റീജിയൻ പീരീഡ് ഓഫ് ടൈമിലോ അല്ലെങ്കിൽ ഓരോ റീജിയൻ അക്രോസ് റീജിയൻ ഓരോ പീരീഡ് ഓഫ് ടൈം ആ ടൈമിലുള്ള ഡേറ്റേനും നമുക്ക് എന്ത് ചെയ്യും, കമ്പയർ ചെയ്യാനായിട്ടൊക്കെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ പോളിസി ഡിസിഷൻസിനെ ഗൈഡ് ചെയ്യാനും ഇൻഡെക്സ് നമ്പേഴ്സ് യൂസ് ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ ലിമിറ്റേഷൻസ് ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ്. ഇത് വേണമെങ്കിൽ ഒരുമിച്ച് ചോദിക്കാം കേട്ടോ. ഡിഫൈൻ ഇൻഡെക്സ് നമ്പേഴ്സ്, എക്സ്പ്ലെയിൻ ദർ യൂസസ് ആൻഡ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്, അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ ഒരുമിച്ചും ചോദിക്കാം. ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? സാമ്പിളിംഗ് എറേഴ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ചോയ്സ് ഓഫ് ബേസ് ഇയർ എഫക്ട്സ് റിസൾട്ട്സ്. നമ്മൾ ബേസ് ഇയർ സെലക്ട് ചെയ്യുന്ന പോലെ ഇരിക്കും നമ്മുടെ റിസൾട്ട് വരുമ്പോൾ. അതിലെന്തെങ്കിലും ചേഞ്ചസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ റിസൾട്ട് ചേഞ്ച് ഉണ്ടാവും. നമുക്ക് കറക്റ്റ് ഒരു അഡിക്വേറ്റ് റിസൾട്ട് കിട്ടണം എന്നില്ല. ഇനി മെയിൻ നോട്ട് റിഫ്ലക്ട് ക്വാളിറ്റേറ്റീവ് ചേഞ്ചസിൽ റിഫ്ലക്റ്റ് ചെയ്യണം എന്നില്ല. ചേഞ്ചസ് ഇൻ ടേസ്റ്റ് ആൻഡ് ടെക്നോളജി, ഇത് ടെക്നോളജിക്ക് അനുസരിച്ച് നമ്മൾ എടുക്കുന്ന പ്രിഫറൻസിനനുസരിച്ചും ചേഞ്ചസ് ഉണ്ടാവും. ഇതാണ് ലിമിറ്റേഷൻസ് ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത്, ഡിഫൈൻ ടൈം സീരീസ് ആൻഡ് ലിസ്റ്റ് ഇറ്റ്സ് കമ്പോണൻസ്. ടൈം സീരീസ് എന്താണെന്നും അതുപോലെ തന്നെ കമ്പോണൻസിനെ ലിസ്റ്റ് ചെയ്യാനാണ് ഇവിടെ ലിസ്റ്റ് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇപ്പോൾ ടൈം സീരീസ് എന്ന് പറയുന്നത് എന്താണ്? സീക്വൻസ് ഓഫ് ഡേറ്റ പോയിൻറ്റ്സ് റെക്കോർഡ് സക്സസീവ് ടൈം ഇൻ്റർവെൽസ് അല്ലേ. ഇപ്പം അതിൻ്റെ കമ്പോണൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ട്രെൻഡ്, സീസണൽ വേരിയേഷൻ, സൈക്ലിക് വേരിയേഷൻ, ഇറഗുലർ വേരിയേഷൻ എല്ലാം പറഞ്ഞു അല്ലേ. ട്രെൻഡ് എന്ന് പറയുമ്പോൾ ഒരു ലോങ് ടേമിലേക്ക് നമ്മൾ മൂവ്മെൻറ്റ് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ട്രെൻഡ് എന്നത്. കണ്ടിന്യൂസ് ആയിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ട്രെൻഡൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ട്രെൻഡാണ് അല്ലേ. സീസണൽ എന്ന് പറയുമ്പോഴത്തേക്കിനും അതൊരു ഷോർട്ട് ടേം ആണ്. ഓക്കെ, സൈക്ലിക് എന്ന് പറയുമ്പോഴത്തേക്കിന് ലോങ് ടേം ഒരു എക്കണോമിക് സൈക്കിൾസ്, ആയത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബിസിനസ് സൈക്കിൾസിലൊക്കെ അത് കണ്ടിന്യൂസ് അല്ല, എന്തായാലും ലോങ് ടേം ആണ്, ബട്ട് നമ്മുടെ എക്കണോമിക് സൈക്കിളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇറഗുലർ വേരിയേഷൻ, ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവാനുള്ള ചാൻസുകളുണ്ട്. അങ്ങനെയുള്ള വേരിയേഷനാണ് ഇറഗുലർ വേരിയേഷൻ എന്ന് പറയുന്നത്. ഇനി എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് ടൈം സീരീസ് അനാലിസിസ്. അപ്പം ഇതും വേണമെങ്കിൽ ഒരുമിച്ച് ചോദിക്കാം. ടൈം സീരീസ് ഡിഫൈൻ ചെയ്യുക, അതിൻ്റെ കമ്പോണൻസ് എന്താണെന്നൊക്കെ പറയാം. അതുപോലെ തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസ്, ടൈം സീരീസ് അനാലിസിൻ്റെ ഇമ്പോർട്ടൻസ് ഇത്രയും കൂടെ ഒരൊറ്റ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് എന്താ, ഫോർകാസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ പാറ്റേൺസ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസിന് എടുക്കാനായിട്ട് പറ്റും.
പിന്നെ പ്രൊഡക്ഷൻ പ്ലാൻ ചെയ്യാനും അതുപോലെ തന്നെ പോളിസി ഫോർമുലേഷൻ. നേരത്തെ MCQs പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു പോളിസി, അതായത് ട്രെൻഡ് അനുസരിച്ച്, നേരത്തെ ഒരു പാസ്റ്റ് ട്രെൻഡ് അനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, പോളിസി ഫോർമുലേറ്റ് ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇനി ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ അഡിറ്റീവ് ആൻഡ് മൾട്ടിപ്ലിക്കേറ്റീവ് മോഡൽസ് ഓഫ് ടൈം സീരീസ്. അഡിറ്റീവ് മോഡൽ എന്ന് പറയുമ്പോഴത്തേക്കിനും എന്താണ്, സിംഗിൾ ഒബ്സർവേഷൻ ഇൻ എ ടൈം സീരീസ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ ടോട്ടൽ ഓഫ് ദീസ് 4 കമ്പോണൻസ്. അതായത് അഡിറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്കിന് ടോട്ടലാണ് എടുക്കേണ്ടത്. മൾട്ടിപ്ലിക്കേറ്റീവും അഡിറ്റീവും തമ്മിൽ മാറിപ്പോരുത്. അഡിറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്കിനും ടോട്ടലാണ് എടുക്കേണ്ടത്. അതായത് 0 ഈക്വൽ ടു O ഈക്വൽ ടു 0 അല്ല കേട്ടോ, സോറി, O ഈക്വൽ ടു O ഈക്വൽ ടു O എന്ന് പറയുമ്പോഴത്തേക്ക് ഒറിജിനൽ ഡേറ്റ എന്ന് പറയുന്നത് ട്രെൻഡ് പ്ലസ് സീസണൽ വേരിയേഷൻ, സൈക്ലിക് വേരിയേഷൻ, ഇറഗുലർ വേരിയേഷൻ. ഇങ്ങനെ, അതായത് അഡിറ്റീവ് മോഡലാണെങ്കിലും ഏതൊരു ഫോർമുല ചോദിച്ചാലും അതിൽ ഓരോ സംഭവം, അതായത് ഓരോ വേർഡ്സും എന്താണ്, ഓരോ ലെറ്റേഴ്സും എന്താണ് ഡിനോട്ട് ചെയ്യുന്നതെന്നും കൂടെ കൊടുക്കണം. ഓക്കെ, അല്ലാതെ ജസ്റ്റ് ഫോർമുല മാത്രം എഴുതിയിട്ട് പോകരുത്. ഇപ്പം ഇതിനകത്ത് തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ O എന്താണ് പറയുന്നത്, ഒറിജിനൽ ഡേറ്റയാണ് പറയുന്നത്. T എന്ന് പറയുമ്പോഴത്തേക്കും ട്രെൻഡിനെയാണ് പറയുന്നത്. സീസണൽ വേരിയേഷൻ, Sനെ സീസണൽ വേരിയേഷൻ എന്ന് പറയും, Cനെ സൈക്ലിക് വേരിയേഷൻ എന്ന് പറയും, Iനെ ഇറഗുലർ വേരിയേഷൻ എന്ന് പറയും. അത് നമ്മൾ എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അതിനെ ഇൻ അനദർ വേ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാം. Y ഈക്വൽ ടു T പ്ലസ് ഓക്കെ. ഇനി അടുത്ത് മൾട്ടിപ്ലിക്കേറ്റീവ് മോഡൽ എന്ന് പറയുമ്പോഴത്തേക്കിനും എന്താ വരുന്നത്, മൾട്ടിപ്ലൈ ചെയ്യാണ് വരുന്നത് അല്ലേ. അതായത് പ്രൊഡക്റ്റാണ് ഈ 4 കമ്പോണൻറ്റിൻ്റെയും, നമുക്ക് 4 കമ്പോണൻ്റ് അല്ലേ, ട്രെൻഡ്, സീസണൽ വേരിയേഷൻ, സൈക്ലിക് വേരിയേഷൻ, ഇറഗുലർ വേരിയേഷൻ. അഡിറ്റീവ് എന്ന് പറയുമ്പം ആ 4 കമ്പോണൻ്റെയും ടോട്ടലാണ് വേണ്ടത്. പക്ഷെ അതേസമയം ഇത് ആ 4 കമ്പോണൻ്റെയും ടോട്ടലിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതേസമയം ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കിന് എന്താണ്, പ്രോഡക്റ്റ് ഓഫ് പ്രോഡക്റ്റ് ഓഫ് 4 കമ്പോണൻസ്, പ്രൊഡക്റ്റ് ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ എഴുതുമ്പോൾ ഒന്നും കൂടെ എന്ത് ചെയ്യുക, 0 എന്താണ് ഒറിജിനൽ ഡേറ്റ, T എന്ന് പറയുമ്പോഴത്തേക്കിനും T എന്ന് പറയുമ്പോഴത്തേക്കിനും എന്താണ് ട്രെൻഡ്, S എന്ന് പറയുമ്പോഴത്തേക്കിനും സീസണൽ വേരിയേഷൻ, C എന്ന് പറയുമ്പോൾ സൈക്ലിക് വേരിയേഷൻ, I എന്ന് പറയുമ്പോഴത്തേക്ക് ഇറഗുലർ വേരിയേഷൻ. അതെന്താ ഡിനോട്ട് ചെയ്യുന്നതെന്നും കൂടെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ കുറച്ചും കൂടെ നല്ലതാണ്. ഡിസ്കസ് ദ ആപ്ലിക്കേഷൻ ഓഫ് ടൈം സീരീസ് ഇൻ ബിസിനസ്. ബിസിനസ്സിനകത്ത് ടൈം സീരീസൊക്കെ എപ്പോഴാണ് അപ്ലൈ ചെയ്തത്, അത് എവിടെയെന്ന്. ഇപ്പോൾ നേരത്തെ നമ്മൾ ഏതായിരുന്നു, ഇതേപോലെ ആപ്ലിക്കേഷൻ നമ്മൾ നോക്കിയായിരുന്നല്ലോ, കോറിലേഷൻ അനാലിസിസ്. അതുപോലെ തന്നെ ഈ മെത്തേഡ്സ് അല്ലെങ്കിൽ ടൈം സീരീസ് അനാലിസിസ് ഒക്കെ ബിസിനസ്സിൽ എവിടെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഫസ്റ്റ് വൺ സെയിൽസ് ഫോർകാസ്റ്റിംഗ്, ബഡ്ജറ്റിംഗ്, സ്റ്റോക്ക് മാർക്കറ്റ് അനാലിസിസ്, ഡിമാൻഡ് ആൻഡ് സപ്ലൈ പ്ലാനിങ്. ഇവിടെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ടൈം സീരീസിനെ അപ്ലൈ ചെയ്യുന്നത്. അതായത് ഈ ടൈം സീരീസ് അനാലിസിസ് യൂസ് ചെയ്യുന്ന ബിസിനസ്സിലൊക്കെ യൂസ് ചെയ്യുന്നത്. ശരിക്കും നമ്മുടെ ഈ മെത്തേഡ്സൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ബിസിനസ്സിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പക്ഷേ അത് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അതിനനുസരിച്ചുള്ള സ്കില്ലും കാര്യങ്ങളും ഒക്കെ വേണം. മനസ്സിലായില്ലേ? ശരിക്കും പറഞ്ഞാൽ നമുക്കറിയില്ല, ഇതിനെപ്പറ്റി അറിയാത്തവർക്ക് അറിയില്ല ഈ ഒരു മെത്തേഡ്സൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ബട്ട് അൺനോയിങ്ലി നമ്മൾ ഈ മെത്തേഡ്സൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ചിലപ്പോൾ അവർക്ക് പേരറിയുന്നുണ്ടാവില്ല അല്ലേ. അൺനോയിങ്ലി ഈ മെത്തേഡ്സൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. ഓക്കെ, ഇത്രയാണ് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഞാൻ ലൈവിൽ എടുക്കുന്നത്. ഞാൻ നോട്ട്സ് തരുമ്പം മൊത്തത്തിൽ ഇൻ ഡീറ്റെയിൽ നോട്ട്സ് തരാം, ഇത് ലൈവിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നമുക്ക് ലിമിറ്റഡ് ടൈം മാത്രമേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പോയിൻറ്റ്സ് മാത്രമാക്കി തന്നത്. അപ്പം ക്വസ്റ്റ്യൻസ് പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞ രീതിയിലൊക്കെ പഠിക്കുക. ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പം അതിനെ കണക്ട് ചെയ്ത് ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ എന്താണ്, അതിൻ്റെ ഡിഫറൻസസ് പഠിക്കുക, ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ എന്താണെന്ന് പഠിക്കുക, ടൈപ്സ് ഓഫ് ഡേറ്റ പഠിക്കുക, അതുപോലെ തന്നെ അതിൻ്റെ എല്ലാം അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, ഡിമെറിറ്റ്സ്, ക്യാരക്ടറിസ്റ്റിക്സ്, ടൈപ്സ്, മെത്തേഡ്സ് ആൻഡ് ഇക്വേഷൻസ് എല്ലാം എന്ത് ചെയ്യുക, കണക്ട് ചെയ്ത് പഠിക്കുക. ഒരു ടോപ്പിക്ക് പഠിക്കും, അതിനെ റിലേറ്റ് ചെയ്ത്
എന്തൊക്കെയുണ്ടോ അതെല്ലാം പഠിച്ചു പോവുക. ഞാൻ മാക്സിമം ക്വസ്റ്റ്യൻസ് ഇനിയും ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാനത് ആഡ് ചെയ്ത് ഞാൻ നോട്ട്സ് തരാം, അതനുസരിച്ച് പഠിക്കുക. ഓക്കെ, നന്നായിട്ട് പഠിക്കുക, ലാസ്റ്റ് മിനിറ്റത്തേക്കിന് മാറ്റി വെക്കരുത്. ഡെയിലി ഒരു വളരെ കുറച്ച് പോർഷൻസ് മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഡെയിലി കുറച്ച് പോർഷൻസ് വെച്ച് പഠിച്ച് പോകുക, അല്ലെങ്കിൽ ഓരോ ടോപ്പിക്ക് വെച്ച് പോകുക. ആ ടോപ്പിക്കിനെ കണക്ട് ചെയ്ത് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് പഠിച്ചു പോകുക. അപ്പോൾ കുറച്ചും കൂടെ എന്ത് ചെയ്യാൻ പറ്റും, എഫക്റ്റീവാക്കി സ്റ്റഡീസ് മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മുടെ ലൈവ് തീരാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്യുക. ഓക്കെ, അപ്പം നമുക്കിവിടെ ലൈവ് വൈൻഡപ്പ് ചെയ്യാം. ജോയിൻ ചെയ്തതിന് എല്ലാവർക്കും താങ്ക് യു ആൻഡ് ബൈ.